Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷക ശ്രീമതി ജിഷ സ്കറിയ കൊച്ചമ്മ, കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 277 ലൈവ് വെബിനാറാണല്ലോ ഇന്ന് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി എല്ലാ ആഴ്ചയും ക്രമമായി ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ നേതൃത്വത്തിലുള്ള വെബിനാറുകൾ നടന്നു വരുന്നു. നമ്മൾ വിവിധ വിഷയങ്ങൾ ഈ വെബിനാറുകളിൽ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായല്ലോ. സഭാസംബന്ധമായും സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യപരമായും വേദശാസ്ത്രപരമായും അങ്ങനെ വൈവിധ്യമാർന്നിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെയും ഈ വെബിനാറിലൂടെ സാധ്യമായതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും അപ്രകാരം ഒരു വ്യത്യസ്ത വിഷയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രാരംഭമായിട്ട് ഈ വെബിനാറിൽ എത്തിയിരിക്കുന്ന ഏവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ വെബിനാറുകളെല്ലാം ആരംഭിക്കുന്നത് പ്രാരംഭ പ്രാർത്ഥനയോടുകൂടിയാണല്ലോ. ഇന്ന് അപ്രകാരം പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് ശ്രീ ബിജു എബ്രഹാമാണ്. ബിജു എബ്രഹാം അമേരിക്കയിലെ നോർത്ത് കരോളിനയിലാണ് താമസിക്കുന്നത്. നോർത്ത് കരോളിന മാർത്തോമ ഇടവാംഗമാണ്. ഈ പള്ളിയുടെ അൽമായ ശുശ്രൂഷകനായിട്ട് സേവനം ചെയ്യുന്നു. മുൻപും ബിജു നമ്മുടെ മീറ്റിങ്ങിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് സമ്മതിച്ചതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടു കൂടി ശ്രീ ബിജു എബ്രഹാമിനെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഞങ്ങളെ പരിപാലിക്കുകയും കൃപയോടെ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടി ആയിരിക്കുവാൻ ഭാഗ്യം തന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അറിവിന്റെ പറുദീസയായ അനേകർക്ക് ചിന്തകളും പ്രചോദനങ്ങളും നൽകുവാനായിട്ട് കർത്താവെ ലൈറ്റ് ടു ലൈറ്റൻ എന്ന സ്റ്റഡി ഫോറത്തെ കർത്താവെ നാളിതുവരെ നടത്തി പരിപാലിച്ച അങ്ങയുടെ കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇതിലൂടെ ലഭിച്ചതായ ചിന്തകളും അറിവുകളും നന്മയ്ക്ക് ഉതകുന്നതായ നല്ല ഫലമുള്ള വിത്തുകളായി വളർന്ന് ദൈവമായ കർത്താവെ അനേകർക്ക് തണലായി ഫലം നൽകുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കൃപയോടെ നിന്റെ സന്നദ്ധിയിൽ ആക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇതിന് നേതൃത്വം നൽകുന്നതായ നിന്റെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ അവരോട് കൃപയോടെ കർത്താവ് നീ പരിപാലിക്കുകയും കാക്കുകയും ചെയ്ത ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് കർത്താവ് തുടർന്നുള്ള നാളുകളിൽ ഏറ്റവും അനുഗ്രഹപൂർണമായി കർത്താവെ തേജസ്സോടെ, വിശ്വസ്തയോടെ, കൃപയോടെ കർത്താവെ അനേകർക്ക് ഫലവത്താകുന്ന രീതിയിൽ കർത്താവെ ഈ സ്റ്റഡി ഫോറത്തെ കൊണ്ടുപോകുവാനും നയിക്കുവാനും നിന്റെ മക്കളെ നീ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് കർത്താവെ ഇതുവരെ ക്ലാസ്സിൽ നയിച്ചതായ എല്ലാ ലീഡേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്തതായ എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാഥ. പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലോകത്ത് ബന്ധങ്ങൾ ദൈവമായ കർത്താവെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നവീകരണം എങ്ങനെ ആയിരിക്കണമെന്നുള്ള ആ ബോധ്യം ഞങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് കർത്താവെ പ്രിയ കൊച്ചമ്മയെ അവിടുന്ന് തിരുക്കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനം വായിക്കുന്നതിലൂടെ എല്ലാറ്റിനും മീതെ സമ്പൂർണമായ സ്നേഹബന്ധത്തിൽ കർത്താവെ ഞങ്ങളായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് കർത്താവ് ബന്ധത്തിന്റെ മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നതായി ലോകത്ത് ലാഭേച്ഛകളില്ലാതെ കർത്താവ് ജാതി, മത, വർണ്ണ, വർഗ വിവേചനമില്ലാതെ കർത്താവെ സകലരെയും ക്രിസ്തു സ്നേഹത്തിൽ കർത്താവെ സ്നേഹിക്കുവാനും ബന്ധങ്ങൾ രൂപീകരിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും കർത്താവെ ഈ ക്ലാസ്സിലൂടെ ഞങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ ക്ലാസ്സിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്നതായ പ്രിയരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കടന്നു വന്നിരിക്കുന്നതായ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിനുശേഷമുള്ള എല്ലാ ചർച്ചകളെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം ദൈവികമായ തീഷ്ണതയിലും കർത്താവെ കൃപയിലും ദൈവമായ കർത്താവ് അതിൻ്റെതായ ഭംഗിയിലും കർത്താവ് ഇന്നത്തെ ദിവസം ആക്കി തീർപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചമ്മയെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തണലിലും കൃപയിലും കർത്താവ് നിന്റെ മകളെ നിറയ്ക്കുകയും കർത്താവെ അനുഗ്രഹമായ ഒരു ക്ലാസ് നയിപ്പാൻ നിന്റെ മകളെ നീ ഒരിക്കൽ കൂടി കർത്താവെ ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. മാനുമൗ തങ്ങിക്കിരിക്കട്ടെ സകലതും ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബിജു. വളരെ അനുഗ്രഹീതമായ പ്രാർത്ഥനയായിരുന്നു. വിഷയാധിഷ്ഠിതമായി ഈ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ബിജുവിനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനത്തിന് നേതൃത്വം നൽകുന്നത് ശ്രീമതി ബീന ഫിന്നിയാണ്. ബീന ഫിന്നിയും നോർത്ത് കരോളിനയിലെ ഷാർലറ്റ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു മികച്ച ഗായികയാണ്. നോർത്ത് കരോളിന മാർത്തോമ ഇടവക അംഗം കൂടിയാണ്. നോർത്ത് കരോളിന മാർത്തോമ ഇടവക ഗായക സംഘത്തിൻ്റെ ഒരു അംഗമാണ്.
സ്വർഗീയനാദം എന്ന പ്രോഗ്രാമിൽ ഗാനങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകുന്നു. നമ്മൾ എപ്പോഴും പാടുവാനായിട്ട് ആവശ്യപ്പെട്ടാലും ഫ്രീ ആണെങ്കിൽ ബീന എപ്പോഴും നമുക്ക് സമ്മതം തരാറുണ്ട്. മുൻപും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾക്ക് വേണ്ടി മനോഹരമായി ഗാനം ആലപിച്ചിട്ടുണ്ട്. ഇന്നും അപ്രകാരം ഗാനം ആലപിക്കുവാനായിട്ട് സമ്മതിച്ചുള്ള സന്തോഷം പ്രാരംഭമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടു കൂടി ബീനയെ പ്രാരംഭ ഗാനത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. കണ്ണുനീർ കാണുന്ന ദൈവമേ, എന്നെ പരിപാലിക്കുന്ന കർത്തനേ, ആവശ്യങ്ങൾക്കെല്ലാം കൂടെ ഗമിക്കുന്ന ഉത്തമ സ്നേഹിതൻ നീയല്ലോ. എന്റെ കണ്ണുനീർ കാണുന്ന ദൈവമേ, എന്നെ പരിപാലിക്കുന്ന കർത്തനേ, ആവശ്യങ്ങൾക്കെല്ലാം കൂടെ ഉത്തമ സ്നേഹിതൻ നീയല്ലോ. ആരാധിക്കും ഞങ്ങൾ നന്ദിയോടെ നിന്നും, പാടിടും നിൻ ദിവ്യ സ്നേഹത്തെ. അന്നു നിൻ ശാരിയാണെന്നിടും നേരം, കണ്ടിടും നിൻ ദിവ്യ തേജസ്സും. ആരാധിക്കും ഞങ്ങൾ നന്ദിയോടെ നിന്നും, പാടിടും നിൻ ദിവ്യ സ്നേഹത്തെ. ശാരിയാണെന്നിടും നേരം, കണ്ടിടും നിൻ ദിവ്യ തേജസ്സും. വീഴ്ചകൾ വന്നിടും വേളയിൽ എന്നെ കൈകളിൽ താങ്ങുന്ന ദൈവം നീ. കൂരിരുൾ മൂടുന്ന വേളയിൽ ഇന്നും സഖിയായി വഴി കാട്ടിടും. ഉള്ളിലെ നൊമ്പരം സർവവും അറിയുന്ന ഉത്തമനാമിന്റെ കർത്തൻ നീ. ഉള്ളിലെ നൊമ്പരം സർവവും അറിയുന്ന ഉത്തമനാമിന്റെ കർത്തൻ നീ. ആരാധിക്കും ഞങ്ങൾ നന്ദിയോടെ നിന്നും, പാടിടും നിൻ ദിവ്യ സ്നേഹത്തെ. അന്നു നിൻ ശാരിയാണെന്നിടും നേരം, കണ്ടിടും നിൻ ദിവ്യ തേജസ്സും. ആരാധിക്കും ഞങ്ങൾ നന്ദിയോടെ നിന്നും, പാടിടും നിൻ ദിവ്യ സ്നേഹത്തെ. അന്നു നിൻ ശാരിയാണെന്നിടും നേരം, കണ്ടിടും നിൻ ദിവ്യ തേജസ്സും. ആകുലമാനസനാകുമ്പോൾ എന്നെ ആദികൾ തീർക്കുന്ന ദൈവം നീ. ആഴിതന്നാഴത്തിൽ വീഴുമ്പോൾ എന്നെ കൈപിടിക്കാനെത്തും താതൻ നീ. നീ നൽകും സന്തോഷം ആസ്വദിച്ചിടുമ്പോൾ കൂടി സന്തോഷിക്കും ദൈവം നീ. നീ നൽകും സന്തോഷം ആസ്വദിച്ചിടുമ്പോൾ കൂടി സന്തോഷിക്കും ദൈവം നീ. എന്റെ കണ്ണുനീർ കാണുന്ന ദൈവമേ, എന്നെ പരിപാലിക്കുന്ന കർത്തനേ, ആവശ്യങ്ങൾക്കെല്ലാം കൂടെ ഗമിക്കുന്ന ഉത്തമ സ്നേഹിതൻ നീയല്ലോ. ആരാധിക്കും ഞങ്ങൾ നന്ദിയോടെ നിന്നും, പാടിടും നിൻ ദിവ്യ സ്നേഹത്തെ. അന്നു നിൻ ശാരി
കണ്ടിടും ദിവ്യ തേജസ്സും. താങ്ക് യു ബീന. വളരെ മനോഹരമായിട്ട് പാടി. വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ വെബിനാറുകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ പാട്ടും എല്ലാം കൂടെ വളരെ നല്ല രീതിയിൽ വരുന്നത്. അപ്രകാരം വളരെ മനോഹരമായി ഈ ഗാനം ആലപിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇപ്രകാരം ഞങ്ങളുടെ വേദികളിൽ വന്ന് പാടുവാനായിട്ട് താല്പര്യം കാണിക്കണമേ എന്നുകൂടി അപേക്ഷിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ 277 ലൈവ് വെബിനാറിൽ ഇന്ന് നമുക്ക് മോഡറേറ്ററായിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. രാജു അഞ്ചേരി അച്ഛൻ ഇപ്പോൾ അമേരിക്കയിലെ മെക്കാല എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മുടെ മീറ്റിങ്ങിനെ ജോയിൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും നേർ നൽകിയ ബിജുവും അതുപോലെ ബീനയും ഞാനും ഇപ്പോൾ അച്ഛനും എല്ലാവരും അമേരിക്കയിലിരുന്നാണ് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. അതും വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ഒത്തിരിയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ ഒരു നല്ല സ്നേഹിതനും ഈ ഫോറം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഒരു സഹയാത്രികനുമാണ്. മിക്കവാറും അച്ഛന് സാധിക്കുന്ന എല്ലാ സമയങ്ങളിലും വെബിനാറിൽ പങ്കെടുക്കുകയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. മിക്കവാറും ആശീർവാദം പറഞ്ഞ് നമ്മുടെ വെബിനാറുകൾ 2 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ നീളുമ്പോൾ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. അച്ഛനെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛന് ഒരു ദൈവശാസ്ത്ര അധ്യാപകനാണ്. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരി, അതുപോലെ തന്നെ മുളന്തുരുത്തി യാക്കോബ സെമിനാരി, കൊമ്പാടി ബൈബിൾ സ്കൂൾ, കൊമ്പാടി EJ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെയും ദൈവശാസ്ത്ര അധ്യാപകനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ സാഹിത്യ സമിതി CSSൻ്റെ സെക്രട്ടറിയായും ബഹുമാനപ്പെട്ട അച്ഛൻ സുസ്ഥിരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2 വട്ടം നമ്മുടെ സഭാ കൗൺസിൽ അംഗമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അതുപോലെ തന്നെ സഭയുടെ മിക്ക ഉന്നത സമിതികളിലും അംഗമായി അച്ഛൻ തൻ്റെ പാടവം വെളിവാക്കിയിട്ടുണ്ട്. നല്ല ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ ബഹുമുഖ പ്രതിഭയാണ് അച്ഛനെന്ന് പറയാം. ഈ ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിനോട് കാണിക്കുന്ന സ്നേഹത്തിന് പ്രാരംഭമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ ഈ വെബിനാർ മോഡറേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ബെന്നി. നമ്മുടെ 277 വെബിനാറ് ബീനയുടെ മനോഹരമായ ഗാനത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇതിലെ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അച്ഛന്മാരും അൽമായരും സുവിശേഷകരും എല്ലാം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ജിഷ സ്കറിയ കൊച്ചമ്മയാണ്. താഴേക്കാട് പള്ളിയിലെ വികാരിയായിരിക്കുന്ന സ്കറിയ ജോണച്ചൻ്റെ പ്രിയ പത്നിയാണ്. കൊച്ചമ്മ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കോട്ടയം സെമിനാരിൽ നിന്ന് BD, ഷില്ലോങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc, MPhil, PhD ഈ ബിരുദങ്ങൾ സമ്പാദിച്ച് കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റല്, കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ്, അവിടെയെല്ലാം ഔദ്യോഗികമായിട്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം കൊച്ചമ്മ വളർന്നത് അഞ്ചേരി ഞങ്ങളുടെ സ്ഥലത്താണ്. കൊച്ചമ്മയുടെ മാതാപിതാക്കളെ അധ്യാപകരായിട്ട് അവിടെ വരികയും അവിടെ സ്ഥിര താമസിക്കുകയും കൊച്ചമ്മ ഞങ്ങളുടെ പള്ളിയിലും സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള വിധത്തിൽ നേതൃത്വം നൽകുകയും വിവിധ വർഷങ്ങളിലെ കേന്ദ്രത്തിലെ ബിരുദ പരീക്ഷയിലെ സമ്മാനം വാങ്ങിക്കുകയും അവിടുന്ന് കോട്ടയം സെമിനാരിൽ പഠിക്കാൻ പോവുകയും ചെയ്ത വ്യക്തിയാണ്. കൊച്ചമ്മയുടെ അമ്മ വീട് പുന്നുവേലിലാണ്. ആ പുന്നുവേലി ഇടവകയിൽ ഞാൻ വികാരിയായിരുന്നിട്ടുണ്ട്. ആ ജിഷയുടെ പിതാവിൻ്റെ ഭവനമായിട്ടും എൻ്റെ ഒരു സിസ്റ്ററെ ഭവനത്തിൽ കെട്ടിച്ച് ഞങ്ങൾക്ക് ചില ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് കൊച്ചമ്മയെ ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാൻ. കൊച്ചമ്മ പഠിക്കാൻ വളരെ
മിടുക്കിയായിരുന്നു എന്ന് മാത്രമല്ല, പഠിച്ച കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുവാനും അത് നമ്മയൊക്കെ പഠിപ്പിക്കുവാനും തക്കവണ്ണം ദൈവം കഴിവുകളും കൊടുത്തിട്ടുണ്ട്. മെച്ചപ്പെട്ട ബന്ധങ്ങൾക്കായി ബന്ധശൈലികളുടെ നവീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് കൊച്ചമ്മ നമ്മോട് സംസാരിക്കുന്നത്. പ്രിയ ജിഷ കൊച്ചമ്മയെ നിങ്ങളുടെ എല്ലാം പേരിൽ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. വിവിധങ്ങളായ കാരണങ്ങളാൽ ബന്ധങ്ങൾ പുതുക്കാൻ സാധിക്കാതെ സ്വന്തക്കാരും ബന്ധുക്കാരും സഹോദരങ്ങളും അയൽക്കാരും ഇടവക്കാരും ഒക്കെ അകന്നു പോകുന്ന ഒരു ലോകത്തിൽ ഈ ബന്ധങ്ങളുടെ മെച്ചപ്പെടൽ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ പ്രഭാഷണം അത് നമ്മുടെ എല്ലാം ജീവിതത്തെ ധന്യമാക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രിയ കൊച്ചമ്മയെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു കൊച്ചമ്മ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രാജുവിനെ പ്രത്യേകിച്ച് കൊച്ചമ്മയെ കാണുന്നതിന്. കൊച്ചമ്മ എന്റെ സൺഡേ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ലത കൊച്ചമ്മയെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ഓർക്കുന്നു. വീണ്ടും അഞ്ചേരിയിലെ ആ ഒരു പഴയ കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചതിനകത്തും കാണാൻ സാധിച്ചതിനകത്തും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇതിന്റെ ഭാരവാഹികളോടും അതുപോലെ തന്നെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവരോടും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിഷയത്തിലേക്ക് 45 മിനിറ്റ് ആണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, പാച്ചൻ പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ്. അത് നവീകരിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് കൂടുതൽ ഇത് കേൾക്കുന്നവർക്ക് കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം മാറ്റം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പുറത്താണ്. ആക്ച്വലി മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുമ്പോൾ നാച്ചുറലി അത് പുറത്തേക്ക് പ്രകാശിപ്പിച്ചുകൊള്ളും. പലപ്പോഴും നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലും പല കാര്യങ്ങളും മെച്ചപ്പെടാനായിട്ട് അത് പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മളെ തന്നെ കാണുവാനും നമ്മുടെ ബന്ധശൈലികൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളൊരു ഉൾക്കാഴ്ച നൽകാനായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം ആദ്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ, നമുക്ക് ആദ്യത്തെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മാത്രമല്ല, ദൈവം ബന്ധം കൂടെ സൃഷ്ടിച്ചു. കാരണം 2-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നായിരിക്കുന്നു എന്ന് എല്ലാത്തിനെയും പറഞ്ഞ ദൈവം ഒരു കാര്യത്തെ മാത്രം നന്നല്ല എന്ന് പറയുന്നു. അത് ഒരു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ളത്. അപ്പോൾ പുരുഷനല്ല, മനുഷ്യനാണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ, അവന്റെ ഏകാന്തത ദൈവത്തിന് ഇഷ്ടമായില്ല. കാരണം ദൈവം തന്നെ ഒരു കൂട്ടായ്മയുടെ തൃത്വം എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയിലാണ് ദൈവം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കപ്പെടണം എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ ഈ ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ടുള്ള മനുഷ്യന്റെ ചോദന എന്ന് പറയുന്നത് ദൈവികം തന്നെയാണ്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്നുള്ളത് ദൈവികമാണെങ്കിലും അത് നിലനിർത്തിക്കൊണ്ടു പോകാനും നമുക്ക് ദൈവികമായിട്ടുള്ള ചോദനകൾ ആവശ്യമാണ്. എന്നാൽ ഇത് പലപ്പോഴും മനുഷ്യൻ പരിമിതനായതുകൊണ്ടും ലോകം പലതരത്തിലുള്ള തെറ്റുകൾ കൊണ്ട് അതിന് ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമായതുകൊണ്ടും
പല തെറ്റായ പ്രവണതകളും നമ്മളുടെ ബന്ധങ്ങൾക്കകത്തും കടന്നുകൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, എങ്ങനെയൊക്കെയാണ് അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് എന്റെ ചിന്താവിഷയം. എങ്ങനെയാണ് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്. ഒന്ന് നേച്ചർ, രണ്ടാമത്തത് നേർച്ചർ. നേച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നേച്ചർ എനിക്ക് ഓൾറെഡി എൻ്റെ കണ്ണ്, മൂക്ക്, ചെവി, അതുപോലെ തന്നെ എൻ്റെ തലമുടി, ഇങ്ങനെയുള്ള എൻ്റെ ഒരു വ്യക്തിത്വത്തിനകത്ത് ബൈ നേച്ചർ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ബൈ നേച്ചർ തന്നെ ചില വ്യക്തികൾ കുറച്ചുകൂടെ ഡിപ്രസ്ഡ് ആവാനും ആൻസൈറ്റി ഉണ്ടാവാനുമുള്ള ഒരു ബ്രെയിനിന്റെ ഒരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ടെൻഡൻസി ഉള്ള വൾണറബിൾ ആയിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നേച്ചർ ഒരു ഘടകമാണ്. അതേപോലെ തന്നെ നർച്ചർ, എങ്ങനെ എൻവയോൺമെന്റ് നമ്മളെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നേച്ചറിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ എൻവയോൺമെന്റ് പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലാണ്. എങ്ങനെയാണ് എൻവയോൺമെന്റ് മൂലം പലതരത്തിലുള്ള നമ്മളൊരു മനസ്സ് ഡിസ്റ്റാകും. ചെറുപ്പത്തിലുള്ള പല അനുഭവങ്ങളുണ്ട്. അത് സങ്കടകരമായിരിക്കാം, അല്ലെ സന്തോഷമായിരിക്കാം, അതുപോലെ തന്നെ ദുരന്ത അനുഭവങ്ങള്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റങ്ങള്, ഇതൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും ഒരു സമതുലിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് മാനസിക ആരോഗ്യമുള്ളൊരു വ്യക്തി രൂപപ്പെടുന്നത്. മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു അവസ്ഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് അസുഖം വന്നാലും അസുഖത്തെ മറികടന്ന് പോകാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉള്ളപ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ മറികടന്ന് പോകാനുള്ള ഒരു കപ്പാസിറ്റി, അത് പ്രയോഗിക്കാനായിട്ടുള്ള ഒരു കഴിവിലാണ് മാനസിക ആരോഗ്യത്തിന്റെ എന്താ പറയുക സ്ട്രെങ്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനസിക ആരോഗ്യം നല്ല ബന്ധങ്ങൾക്ക് ഘടകമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് നമ്മൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെടുന്നു എന്നുള്ളതും, അതായത് ബന്ധന ശൈലികളും ഇതിനകത്ത് ഏറ്റവും അധികം റോള് വഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നിടത്താണ് നല്ല ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. അതിനകത്ത് ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മളിൽ ചില മോശം പ്രവണതകൾ ഉണ്ടെങ്കിലും അതിനെ തിരുത്താനായിട്ടുള്ള കഴിവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ശീലങ്ങളാണ് പലപ്പോഴും നമ്മളെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പലപ്പോഴും ബന്ധത്തിലുള്ള ശീലങ്ങളും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു വിവാഹ ശേഷമോ അല്ലെങ്കിൽ കുടുംബജീവിതം തുടങ്ങിയ ശേഷമോ ആണ് പല പ്രശ്നങ്ങളും രൂപപ്പെടുന്നതെന്നാണ്. പലപ്പോഴും നമ്മളിത് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനു മുൻപ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് എനിക്കറിയാവുന്ന ഒരു വീട്ടിലുണ്ട് 4 പേര് 4 മുറികളിലാണ്. 4 പേരും തമ്മിൽ സംസാരിക്കില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, കഴിക്കാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവർ മുറികൾക്കകത്തുനിന്ന് ഇറങ്ങി വരും. അച്ഛൻ, അമ്മ, മക്കള് 2 പേരുണ്ട്, ഇവരെല്ലാം. അപ്പോൾ ആ കുടുംബത്തിൽ ആ കാര്യം നോർമലാണ്, ഓക്കെയാണ്. എന്നാൽ അതേസമയം അവരുടെ അടുക്കലേക്ക് പുതിയൊരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് അത് പ്രശ്നമായിട്ട് മാറുമ്പോൾ ആ ഒരു അത്രയും നാൾ ഓക്കെ ആയിരുന്ന കാര്യം ഓക്കെ അല്ലാതായിട്ട് മാറുവാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു രീതി, അതായത് പരസ്പരം ഒതുങ്ങിക്കൂടുന്ന ഒരു രീതി പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ പ്രശ്നമില്ല എന്നുള്ള അതിന്റെ അർത്ഥം ഈ പ്രശ്നം ആക്ടിവേറ്റ് ആകുന്നത് വേറൊരു പ്രശ്നം അല്ലെങ്കിൽ വേറൊന്നുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിവാഹ ശേഷമല്ല ഒരു പ്രശ്നങ്ങളും തുടങ്ങുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുമ്പോൾ ഓരോ രീതിയിലുള്ള ശൈലികൾ നമ്മൾ രൂപപ്പെടുത്താറുണ്ട്. ഈ ശൈലികൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വൺ ഓഫ് ദ റീസൺ ആണ്. എല്ലാം ഇത് മൂലമാണ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ എന്താണ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്ഥാപിക്കപ്പെടുന്ന ആഴത്തിലും ഗൗരവതരവുമായിട്ടുള്ള ബന്ധത്തിന് അല്ലെങ്കിൽ ആ അടുപ്പത്തിനെയാണ് അറ്റാച്ച്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അറ്റാച്ച്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ദൈവികമായിട്ടുള്ള ഒരു ചോദന അവിടെയുണ്ട്. ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഉണ്ടായിട്ടുള്ള ദൈവവുമായിട്ടുള്ള തുടങ്ങി. ദൈവം എപ്പോഴും റിലേഷൻഷിപ്പിന്റെയാണ്. നമുക്ക് ഹോശയുടെ പുസ്തകം വായിച്ചാല്, ഏത് പുസ്തകമാണേലും എടുത്തോ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ കാര്യം എടുത്തോ, അവരൊക്കെ തെറ്റിപ്പോകുമ്പോഴും പിന്നെയും പിന്നെയും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ എന്റെ അടുക്കലേക്ക് ചേർത്ത് വരുത്തുക എന്നുള്ളൊരു രീതിയാണ് ദൈവത്തിന്റെ ആളല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ദൈവം നമ്മളുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ രൂപപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് എപ്പോഴും ഇരിക്കുന്നത്, അവൻ പുറത്തു വരും അല്ലെങ്കിൽ അവൾ പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഈ ബന്ധത്തിന്റെ തുടർച്ചയാണ് ആക്ച്വലി ലോകത്തിൽ ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പക്ഷെ മനുഷ്യൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, മനുഷ്യൻ എന്താ പറയുക, ഞാൻ മുമ്പേ പറഞ്ഞ പരിമിതി ഉള്ളവനായതുകൊണ്ടും തെറ്റുകൾക്ക് വിധേയനാകാനായിട്ട് സാഹചര്യമുള്ളവനായതുകൊണ്ടും അല്ലെങ്കിൽ സാധ്യതയുള്ളവനായതുകൊണ്ടും ഇവൻ ദൈവം ഉദ്ദേശിക്കപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ദൈവം ക്രിയേറ്റ് ചെയ്ത രീതിയിലോ അല്ല നമ്മൾ ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മനുഷ്യൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതെപ്പം തുടങ്ങുന്നു എന്നുള്ളത് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീഡ്സ് എല്ലാം ആര് മീറ്റ് ചെയ്യുന്നു? അവൻ ഒന്നും ചോദിക്കാതെ തന്നെ നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് അത് എടുത്തുകൊള്ളും. നമ്മൾ ആരും അവനൊന്നും കൊടുക്കണ്ട. പ്രത്യേകിച്ച് നമ്മൾ കഴിച്ചോളുക. നമ്മൾ കഴിച്ചില്ലെങ്കിലും ഒരു അമ്മയുടെ എന്താ പറയുന്നത് ശരീരത്തിൽ ഒരു കുട്ടി പാരസൈറ്റ് പോലാണ്. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അപ്പോൾ ഇത് പുറത്തു വരുന്ന കുട്ടിക്ക് ആക്ച്വലി എവിടെ നിന്നാണ് ഇത് കിട്ടേണ്ടത്? മനുഷ്യനിൽ നിന്നാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും 4 രീതിയിലാണ് ഈ ദൈവം അല്ലെങ്കിൽ ദൈവം ആരംഭിച്ച ഈ അറ്റാച്ച്മെന്റ് നമ്മൾ പിന്തുടർന്നു പോരുന്ന കുറച്ച് ശൈലികളുണ്ട്. അപ്പോൾ അവന് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ കുട്ടിയുടെ ശൈലികൾ രൂപപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹെൽപ്പ് അവന് ആവശ്യമില്ല, അവൻ വലിച്ചെടുത്തോളൂ. എന്നാൽ അവൻ പുറത്തു വരുമ്പോൾ നമ്മുടെ ഒരു നവജാത ശിശു ഹെൽപ്ലെസ്സാ. നമ്മുടെ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ, പക്ഷികളുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയും വാവിളിക്കുകയും ഒക്കെ ചെയ്യും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എല്ലാ കാര്യത്തിനും നമ്മുടേതായിട്ടുള്ളൊരു ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ബീയിങ് ആണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയോടുള്ള പ്രതികരണത്തിനകത്ത് അവന്റെ നീഡ്സ് എന്താണ്? അവന് പാല് കുടിക്കണം, വിശപ്പുന്നു, ദാഹിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ അവന് നനയുന്നു, മൂത്രമൊഴിക്കുന്നു, മറ്റുള്ള അതായത് ഡയപ്പർ ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള ടോയ്ലറ്റ് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീഡ് അവൻ അറിയിക്കുന്നത് കരച്ചിലിൽ കൂടാണ്. ഈ നീഡ് അറിയിക്കുമ്പോൾ അതിനോടുള്ളൊരു നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതനുസരിച്ചാണ് ഈ ഒരു ബന്ധന ശൈലികൾ രൂപപ്പെടുന്നതിന്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇവന്റെ ആവശ്യങ്ങളോടാ കേട്ടോ, ആഗ്രഹങ്ങളോടല്ല ഞാൻ പറയുന്നത്, ആവശ്യങ്ങളോട് നമ്മളുടെ നമ്മളുടെ പ്രതികരണം അനുഭാവപൂർവവും സ്ഥിരതയുള്ളതുമാണെങ്കിൽ, അത് ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരത എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതാണെങ്കിൽ, അവൻ വളരുമ്പോൾ, അവൻ ഒരു അഡൽറ്റ് ആവുമ്പോൾ അവനോട് തന്നെ ഞാൻ കൊള്ളാം, ഞാൻ സ്നേഹിക്കപ്പെടാനായിട്ട് അർഹതയുള്ള വ്യക്തിയാണ്, സ്വയം വിലയുള്ളവനാവുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ലോകത്തോടുമുള്ള കാഴ്ചപ്പാട് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള നല്ല ബന്ധം രൂപപ്പെടുത്താനായിട്ട് പ്രാപ്തനായിട്ടുള്ളവനായിട്ടായിരിക്കും അവൻ അഡൽറ്റ് രൂപപ്പെടുന്നത്. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ചിന്തകളല്ല ഡെവലപ്പ് ചെയ്യും. ചിന്തയേക്കാൾ കൂടുതൽ ഇമോഷൻസ് ആണ് പലപ്പോഴും അവരുടെ ബ്രെയിനകത്ത് സ്റ്റിമുലേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു നല്ല പ്രതികരണം കിട്ടുന്നതിനനുസരിച്ച് അവർക്ക് നീഡ് ഉണ്ടാവുന്നു, അതിന്റെ നീഡ് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച്. അപ്പോൾ ആ മീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ആ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റിമുലേറ്റിംഗ് സെന്റേഴ്സ്
ആക്ടിവേറ്റ് ആക്കി കഴിയും. അത് സ്ഥിരതമായിട്ട് വരുമ്പോൾ ഓക്കെ, എന്നെ കെയർ ചെയ്യാൻ ആളുണ്ട്, എന്നെ പരിചരിക്കാൻ ആളുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആളുണ്ട് എന്നൊരു ട്രസ്റ്റ് അവൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്, പരിഗണന. ഇവന്റെ നീഡ് അറിയിക്കും, പക്ഷെ അതിന് പരിഗണന ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വല്ലപ്പോഴും ഒക്കെ, എല്ലായ്പ്പോഴും കരയുമ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ കെയർ ചെയ്യുന്നു, എന്താ പറയുന്നത്, വിശക്കുന്നതിന് മുമ്പ് ഫീഡ് ചെയ്യുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് ഈ അവഗണന ലഭിക്കാതിരുന്നാൽ, പരിഗണന ലഭിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകം ഒരു കരുണയുള്ളതല്ല. അവൻ മുതിരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഒരു കരുണയുള്ളതല്ല. ഞാൻ ഒറ്റയ്ക്കാണ് നല്ലത്. കൂടുതൽ ക്ലോസ്നെസിന്റെ ആവശ്യം ഇല്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഒറ്റയ്ക്കേ ഉള്ളൂ എന്റെ ആവശ്യങ്ങൾ. ഞാൻ കരഞ്ഞാൽ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇവര് മുതിരുമ്പോൾ ഇവര് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ആദ്യത്തേത് സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്, രണ്ടാമത്തേത് അവോയ്ഡന്റ് ആണ്. മൂന്നാമത്തേതെന്ന് വെച്ചാൽ ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടാതിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയില്ല അവിടെ. ചിലപ്പോൾ വിശപ്പിനുള്ളത് മീറ്റ് ചെയ്യും, ചിലപ്പം നനഞ്ഞു കിടന്നാൽ ചിലപ്പം അത് മാറ്റപ്പെടും, എന്നാൽ വേറെ ചിലപ്പോൾ നനഞ്ഞേ കിടക്കും. ഇങ്ങനെ ഒരു സ്ഥിരതയില്ലായ്മ ആ കുഞ്ഞിന്റെ ഒരു പാറ്റേൺ ആയിട്ട് അവൻ ആ ഒരു പ്രതികരണത്തിൽ ലഭിക്കുകയാണെങ്കിൽ, മുതിരുമ്പോൾ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥാനം പോകുമോ, അവഗണിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അഡൽറ്റ് ആകുമ്പോൾ ഇവരെ പിന്തുടരുന്നതായിട്ട് കാണും. മറ്റു ചിലത്ത് അതിനെയാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. വേറെ ചിലടത്ത് കെയർ ഗിവർ ഒരേ സമയം, അതായത് അമ്മയായിരിക്കാം, ആരാണോ കെയർ ചെയ്യുന്നത്, ഒരേ സമയം സോഴ്സ് ഓഫ് കംഫർട്ടും ആയിരിക്കും, അതേപോലെ തന്നെ സോഴ്സ് ഓഫ് ടെററും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം വളരെയധികം ലാളിക്കും, എന്നാൽ അതേ സമയം അതേ ആള് തന്നെ ആ കുട്ടിയെ വളരെയധികം മർദ്ദിക്കുകയോ വഴക്ക് പറയുകയോ ബഹളം വെക്കുകയോ ചെയ്യും. അവന്റെ ആവശ്യങ്ങളോട് ചിലപ്പം ഭയങ്കര കരുതലോടെ പ്രതികരിക്കും, വേറെ ചിലപ്പോൾ വളരെ ദേഷ്യത്തിൽ പ്രതികരിക്കും. അപ്പോൾ ഇത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് രൂപപ്പെടാനായിട്ട് ഇടയാകും. കാരണം ഇവരുടെ അടുപ്പ് ആഗ്രഹിക്കും മുതിരുമ്പോൾ, എന്നാൽ ക്ലോസ്നെസ് മറ്റുള്ളവർ കാണിക്കുമ്പോൾ അവർ പിൻവലിയും, അതായത് പുഷ് ചെയ്യും, അവർ വലിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ രൂപപ്പെടുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ തന്നെയാണല്ലോ അവർ വളരുന്നത്. അപ്പോൾ അവരുടെ നിരന്തര അനുഭവമായിട്ട് മാറുകയും ആ വ്യക്തികൾ ഇതുപോലെയുള്ള ശൈലികൾക്കകത്ത് ഉറക്കുകയും ചെയ്യും. അപ്പോൾ ഈ പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പിന്തുടരാനായിട്ട് കാരണമായിട്ട് തീരുന്നു. അപ്പോൾ ഞാൻ 4 കേസുകളിൽ ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ പെടുമോ എന്നുള്ള പാർട്ട്ണറിനോടത്തില് ആദ്യമൊക്കെ വളരെ നന്നായിട്ട് പോകും, ഭയങ്കര ഇതായിരിക്കും. എന്നെക്കാട്ടിലും കൂടുതൽ ഓഫീസ് വർക്കിനാണല്ലോ കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ വീട്ടുകാരെ കൂട്ടുകാർക്ക് ഇവർക്കൊക്കെയാണ് പ്രാധാന്യം, ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്താഗതി നേരത്തെ അതില്ലായിരുന്നു. ഇത് വേറെ സ്റ്റിമുലൻസ് ഒന്നും ഇല്ലാതെ തന്നെ പലപ്പോഴും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ അകന്നു പോകുന്നു എന്ന് തോന്നുന്ന ആ ഒരു പാർട്ട്ണറിനെ നമ്മുടെ അടുത്ത് തന്നെ പിടിച്ചു നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഇവരെന്നാ ചെയ്യുന്നതെന്നറിയോ, പലപ്പോഴും കുറ്റപ്പെടുത്തലുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു നേരം ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ ഒരു 10-15 മിസ് കോൾ അങ്ങ് അടിക്കും, കാരണം എടുപ്പിച്ചേ നടക്കത്തുള്ളൂ ആ രീതിയിൽ. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് ടൂർ പ്ലാൻ ചെയ്യും, അപ്പോൾ ആ സമയത്ത് തന്നെ വീട്ടിലത്തെ ഒരു പ്രോഗ്രാം അവർ ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ മറ്റേ പാർട്ട്ണറിനെ ഇവർ കുഴപ്പത്തിലാക്കും. അപ്പോൾ അവിടെ പോകണം, ഇവിടെ പോകണം. അപ്പം മറ്റേടത്താണ് അവർ നേരത്തെ പ്ലാൻ പോവുകയാണെങ്കിൽ കണ്ടോ, അപ്പം എന്നോട് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ശരി, ഇങ്ങനെ നമ്മളെ അല്ലേലും ഞാനൊന്നുമല്ല ഇങ്ങനെയുള്ളൊരു, അതായത് എപ്പോഴും അവഗണിക്കപ്പെടുമോ എന്നുള്ളൊരു കാഴ്ചപ്പാട്, അതിനെ പ്രതി മറ്റേയാളെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും ഈ ഒരു ബന്ധങ്ങൾ മുൻപോട്ട് പോകുന്നത്. രണ്ടാമതായിട്ട് ഒരു അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരു കേസ് ഞാൻ നിങ്ങളുടെ അടുക്ക പറയാം. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഒരു എലൂഫായിരിക്കും, അതായത് കൂടുതൽ ചോദ്യങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതൊന്നും ഇവർ പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പം
ഈ മറ്റേയാൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കും തോറും അവർ കൂടുതൽ അലൂഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഡീറ്റെയിൽസും ഈ മറ്റേ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരെ സ്നേഹിക്കാഞ്ഞിട്ടോ അവരെ കരുതാഞ്ഞിട്ടോ അതൊന്നും അല്ല പ്രശ്നം. ഇവർക്ക് ക്ലോസ്നെസ് ഭയമാണ്. കൂടുതൽ അടുത്താൽ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ട് തന്നെ അവരൊരു അവോയ്ഡന്റ് രീതിയിലായിരിക്കും ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ അതിനകത്ത് ആലോചിച്ച് നോക്കിയാൽ മതി, ഈ രീതിയിൽ അത് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ആ ബന്ധത്തിൽ സംഭവിക്കുന്നത്. വേറെ ചില മൂന്നാമത്തേതാണ് ഡിസോർഗനൈസ്ഡ് സ്റ്റൈൽ. അപ്പോൾ അവിടെ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു, വിവാഹം നടന്നു. ഈ പെൺകുട്ടി വളരെ നന്നായിട്ട് അടുക്കുകയും വളരെ കാര്യമായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്തു. അപ്പം ആ മറ്റേയാളിന് മനസ്സിലായി, ഓക്കെ, ഇവൾ ഇവിടെ അഡ്ജസ്റ്റ് ആയി. അപ്പൊ അവര് കൂടുതൽ ക്ലോസ് ആകാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യും? ഇവരങ്ങ് പിൻവലിയും. ആ ഒരു ക്ലോസ്നെസ് ഇവർ പിൻവലിയും. അടുപ്പമെല്ലാം കാണിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ക്ലോസ്നെസ് മറ്റേയാൾ ആഗ്രഹിക്കുമ്പോൾ ഇവർ പിൻവലിയുകയും ചെയ്യും. അപ്പോൾ ഇവര് തന്നെ പറയും, ഇങ്ങനെ ഇമോഷണൽ പെയിൻ സഹിക്കുന്നതിലും നല്ലത് വിട്ടുപോവുകയാണ്. ഈ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യുവോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അടുപ്പം വേണം അവർക്ക്, പക്ഷെ അടുക്കുന്നതിനകത്ത് ഇവർക്ക് ഭയമാണ്. മറ്റേതിനകത്ത് അടുപ്പം പോകുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ഇതിനകത്തും നമ്മൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ആ ബന്ധങ്ങൾ മുൻപോട്ട് പോകുന്നു. എന്നാൽ സെക്യൂർ അറ്റാച്ച്മെന്റ് എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഒരു അർജുൻ എന്ന് പറയുന്ന ഒരാൾ, ഇത് പേരുകളൊക്കെ വളരെ സാങ്കല്പികമാട്ടോ. അർജുന എവിടുന്നോ കിട്ടിയ 2 പേരുകളാണ്. അർജുൻ എന്ന് പറയുന്ന ഒരാൾ, മായ എന്ന് പറയുന്ന ഒരാൾ. ഇവർ വിവാഹം കഴിഞ്ഞു. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. കാരണം 2 വ്യക്തികൾ, വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇവരുടെ ഇടയിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ അവരവരുടെ ഫീലിങ്സ് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പം ദേഷ്യത്തിലും വേളത്തിലും അല്ല, ഇന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടായി, നമ്മുടെ ഫീലിംഗ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, മറ്റേയാളുടെ കുറ്റമല്ല. അതുപോലെ തന്നെ പരസ്പരം കേൾക്കാനുള്ള മനസ്ഥിതി ഉണ്ട്. പ്രോബ്ലംസ് ഉണ്ടാകും, എന്നാൽ അതിനെ താമസിച്ചാണേലും പരിഹരിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പുറത്തെ പാർട്ട്ണർ അപ്സെറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ആ അപ്സെറ്റിന് അവിടെ ഒരു വാലിഡേഷൻ ഉണ്ടാവും. അതേസമയം മറ്റേയാൾക്ക് സ്പേസ് വേണ്ടിയപ്പോൾ അതിനെ അനുവദിച്ചു കൊടുക്കാനായിട്ടും ഫിയർ ഓഫ് റിജക്ഷൻ ഇല്ലാതെ തന്നെ അനുവദിച്ചു കൊടുക്കാനും അവർക്ക് പറ്റും. ഇതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളും അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരാളും കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കും? അവോയ്ഡന്റ് ആയിട്ടുള്ള ആളും ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കും? ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളും ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ ബന്ധന ശൈലികൾ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ബന്ധന ശൈലികൾ പലപ്പോഴും ചിലപ്പം ഇതായിരിക്കും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പം റൂട്ട് കോസ് ആയിട്ട് വരും. അപ്പോൾ ഈ ബന്ധന ശൈലികൾ വ്യത്യാസപ്പെടുത്തി ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സുരക്ഷിത ബന്ധത്തിലേക്ക് നീങ്ങാനായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ സുരക്ഷിത ബന്ധത്തിൽ ഉണ്ടാവുക? ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ തുറന്ന ആശയവിനിമയം ഉണ്ടായിരിക്കും. നമ്മുടെ കൺസേൺ ആണ് അറിയിക്കുന്നത്, മറ്റേയാളുടെ കുറ്റമല്ല. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ പറയും. അതുപോലെ തന്നെ പരസ്പരം വില കൊടുക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രശ്നം മറ്റേയാൾക്കും പ്രശ്നമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ഇമ്പോർട്ടന്റ് ആയിരിക്കും. പരസ്പരം ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. മറ്റേയാളുടെ പ്രസൻസിൽ ഈ വ്യക്തിക്ക് ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. കാരണം കോൺഫ്ലിക്റ്റുകൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ കോൺഫ്ലിക്റ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടാവും. പക്ഷെ അവിടെ പലപ്പോഴും ബ്ലെയിമിന് പകരം സൊല്യൂഷൻ ആയിരിക്കും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. മാത്രമല്ല ഈ പ്രശ്നങ്ങൾക്കകത്ത് അവനവന്റെ പാർട്ട്, 2 കൈയും കൂട്ടിക്കൊട്ടാതെ സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നമ്മളുടെ ഭാഗം, ആ ഒരു ഭാഗത്തിന് അക്നോളജ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതിയും സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റില് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ ചെറിയ പ്രായത്തിൽ രൂപപ്പെടുന്നു, അപ്പൊ പിന്നെ എന്താണ് നമുക്കൊരു ഹോപ്പ് എന്താണ്? തീർച്ചയായിട്ടും അവിടെ
ഹോപ്പ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകും. അപ്പോൾ പുതിയ സൃഷ്ടിയാകാനായിട്ടുള്ള എല്ലാ കപ്പാസിറ്റിയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അതിനൊരു ചെറിയൊരു സീക്രട്ട് ഉണ്ട്. എന്താണ് ഇത്തരം ഒരു ബന്ധത്തിലേക്ക് ബന്ധന ശൈലി രൂപപ്പെടുത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബന്ധന ശൈലി എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത്. നമ്മുടെ ബന്ധന ശൈലി എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും പറയും, എനിക്കങ്ങ് ചെറുപ്പത്തിലേ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ല, ചെറുപ്പത്തിലുള്ള ഉടുപ്പല്ലല്ലോ ഇപ്പോൾ നമ്മൾ ഇടുന്നത്. നമ്മളിപ്പോ വലുതായില്ലേ. ഇപ്പൊ വലുതാവുമ്പോൾ ആ വലുതാകുന്നതിനനുസരിച്ചുള്ള ചെറുപ്പത്തിന്റെ റെസ്പോൺസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബന്ധന ശൈലി തിരിച്ചറിയുന്നത്? അതിന് ചെറിയൊരു എളുപ്പവഴിയുണ്ട്. അതായത് നമ്മുടെ പാർട്ട്ണറിന്റെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ പെരുമാറ്റങ്ങൾ എന്തു ആയിക്കോട്ടെ, ഈ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്, അത് എന്ത് ഇമോഷനാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് അവെയർ ആവുക. അപ്പോൾ ചിലപ്പം അവരുടെ പെരുമാറ്റങ്ങൾ നമ്മളിൽ വിഷമമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ് അല്ലെ പേടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ മീനിങ് എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഞാൻ അവിടെ എന്ത് മീനിങ് ആയിരിക്കും കൊടുക്കുന്നത്? അവര് ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ബന്ധുക്കളാവാം, ആരുമായിക്കൊള്ളട്ടെ. അപ്പോൾ അവര് നമ്മളോട് പെരുമാറുന്നത് മിക്കവാറും എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്നെ അവഗണിക്കാനായിട്ടായിരിക്കും എന്ന് നമ്മളൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന ശൈലിയുമായിട്ട് അതിനൊരു ക്ലൂ ഉണ്ട്. അതായത് നമ്മളെ അവഗണിക്കുമോ എന്നുള്ളൊരു ഭയം കിടക്കുന്നത് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റിലാണ്. അപ്പോൾ നമ്മളോട് ക്ലോസ് ആകാനായിട്ട്, കൂട്ടുകൂടാനായിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ, നമ്മളോട് കൂട്ടുകൂടാനായിട്ട് മറ്റുള്ള ആൾക്കാർ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂട്ടിനകത്ത് താല്പര്യം വരുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും, കൂടുതൽ നമ്മളോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നാച്ചുറലി അതൊരു അവോയ്ഡൻസ് സ്റ്റൈലായി. പിന്നെ അതുപോലെ തന്നെ ഡിസോർഗനൈസ്ഡ്. നമ്മൾ മറ്റുള്ള വ്യക്തികളുമായിട്ട്, ഓഫീസിലാവട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടും ഉള്ളവരൊക്കെ ആവട്ടെ, ആരും ആവട്ടെ, അവരോടൊക്കെ നമ്മൾ കൂട്ടുകൂടാൻ ശ്രമിക്കുമ്പോൾ ഒരേ സമയം അടുക്കാനും അകലാനും ഉള്ളൊരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിസോർഗനൈസ്ഡ് ആവും. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്, നമ്മൾ ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്തായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കുന്ന എന്തിനാ ചോദിച്ചാൽ, ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരിലും ഈ പല മുറിവുകളും ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു മറ്റേയാൾ നന്നാവണം, മറ്റേയാളാണ് പ്രശ്നം, നമ്മളല്ല ശരിയാണ്, നമ്മൾ ഓക്കെയാണ് എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും പലപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം നമ്മുടെ ഭാഗം തിരിച്ചറിയാനും തിരുത്താനും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നാലുമുള്ള ഇനിഷ്യേറ്റീവ്, അതിനൊരു ഹെൽപ്പ് തേടേണ്ടി വന്നാൽ തേടാനുമുള്ളൊരു ധൈര്യം കാണിക്കുക. അപ്പോൾ അത് വരുമ്പോൾ നാച്ചുറലി പരസ്പരം ഇത് തിരിച്ചറിയുമ്പോൾ, ബോബി ജോസ് കട്ടിക്കാടച്ചൻ എവിടോ ഒരിടത്തോടെ എഴുതിയിട്ടുണ്ട്, മുറിവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേഷ്യം വരില്ല. അപ്പോൾ ഈ പരസ്പരമുള്ള മുറിവുകൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പലതിനെയും അക്സെപ്റ്റ് ചെയ്യാത്തതിനെ അക്സെപ്റ്റ് ചെയ്യാനും, തിരുത്താൻ പറ്റുന്നതിനെ തിരുത്തുക, അല്ലെങ്കിൽ തിരുത്താൻ പറ്റാത്തതിനെ ചിലതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു മാനസിക പക്വതയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്രിസ്തീയ ഒരു പോയിന്റ് ഓഫ് വ്യൂല പറയുന്നത്. അപ്പൊ നിയമത്തിന്റെ ഭാഗത്ത് വേറെ ചില കാര്യങ്ങൾ ഉണ്ടാവും. ഞാനത് ആ വഴിക്കല്ല ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെ
അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കേണ്ടത് ചിലപ്പോൾ സംഭവിച്ചു തന്നെ തീരേണ്ടി വരും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ചെയ്യപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള വേറൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ആശയവിനിമയം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് മറ്റുള്ളവർക്കൊരു തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഐ ഫീൽ ഹേർട്ട്, എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന്, ഇത് രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബന്ധം ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ അതായത് മറ്റേയാൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത് അത് മനസ്സിലാവണമെങ്കിൽ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു കപ്പാസിറ്റി, ഒരു കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ സാധാരണ കാണുന്ന, അത് തിരുത്തണമെങ്കിൽ ഏതൊക്കെയാണ് നെഗറ്റീവ് അപ്രോച്ചസ് എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. സാധാരണ കാണുന്ന നെഗറ്റീവ് അപ്രോച്ചസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തതാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങൾ നടക്കുന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടുകയില്ല. പിന്നെ ആ ഒരു വ്യക്തി സംസാരിക്കണമെങ്കിൽ 2-3 ദിവസം പിടിക്കും. അപ്പോൾ പലപ്പോഴും സംസാരിക്കാനായിട്ട് അവർ ചെല്ലുമ്പോൾ പലപ്പോഴും മുഖത്ത് നോക്കത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചിനെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, അതായത് അവരുടെ പ്രശ്നം അവര് ഒരു നിസ്സഹരണത്തിലൂടെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മളുടെ എന്താ പറയുന്നത്, ബന്ധങ്ങളുടെ പ്രശ്നം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കത്തുള്ളൂ. പലപ്പോഴും ഇത് ചെയ്യുന്നവരൊരു ഞങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ, ശരിയാണ്, മിണ്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടുന്നില്ല, പകരം ആ പ്രശ്നത്തിന്റെ ആഴം കൂടുക. പെരിഫറി പലപ്പോഴും പിന്നീട് ആ പ്രശ്നം തീരുമായിരിക്കാം, പിന്നെ സംസാരിക്കും. പക്ഷെ ഈ ഒരു രീതി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതിന്റെ ആഴം വർദ്ധിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ, നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സർക്കാസമാണ്, എന്നുവെച്ചാൽ പരിഹാസം. ഇന്നെങ്കിലും നന്നായിട്ടൊന്ന് ഒന്ന് വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റിയല്ലോ, ഇതൊരു സർക്കാസമാണ്. അപ്പോൾ അത്രയും നാളും അവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും അത്ര നല്ലതല്ല എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് അവർ പോകും. അപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റിന് പകരം ഡയറക്റ്റ് ആയാൽ എങ്ങനെ ഇരിക്കും? ഇന്നത്തെ നന്നായിട്ടുണ്ട്, പക്ഷെ അതൊരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നന്നായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ നാളത്തേത് നന്നാക്കാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. മറ്റേതാവുമ്പോൾ, സർക്കാസ് ആവുമ്പോൾ കേൾക്കുന്നയാൾ ആരോ ആവട്ടെ, അത് പുരുഷനോ സ്ത്രീയോ ആരോ ആവട്ടെ, അത് ഹേർട്ടാവും, മുറിവേൽക്കും. അപ്പോൾ അത് നമ്മളുടെ ബന്ധത്തെ, നമ്മുടെ അറ്റാച്ച്മെന്റിനെ ബാധിക്കും. മൂന്നാമതായിട്ട് ചിലരിടുന്ന ഇതുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ബ്ലെയിം ചെയ്യും. ആരോടാന്ന് പറയത്തില്ല, പക്ഷെ ബ്ലെയിം ചെയ്യും. അപ്പം അതായത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്തോ പറയാൻ, ഇതിങ്ങനെ വരും. ഇതൊക്കെ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബ്ലെയിമുകളാണ്. ഇത് ഒരിക്കലും നമ്മളുടെ ബന്ധങ്ങളെ, അത് ഒരു ബന്ധങ്ങളെ നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കത്തില്ല. പിന്നെ വേറെ ഒരു ഇതുണ്ട്, അതായത് ഒരു വളരെ വൈകാരിക, നാലാമത്തേതാണ്, വളരെ തീവ്രതയുള്ളൊരു വിഷയം വളരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നയാൾ പറയും, ഇത് കേട്ടോണ്ടിരിക്കും, പെട്ടെന്ന് അയ്യോ അപ്പുറത്തെ വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം, അവിടെ എന്തായിരുന്നു, ഈ പറഞ്ഞുകൊണ്ട് വന്ന ആളാരെ, അതായത് പെട്ടെന്ന് ആ വിഷയം അങ്ങ് മാറ്റും. കാരണം ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ അവര് വിഷയം മാറ്റുമ്പോൾ നാച്ചുറലി ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് വന്നയാള് വളരെയധികം ഹേർട്ട് ആവുകയും ആ ബന്ധത്തിനകത്ത് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ആശയവിനിമയ ശൈലികൾ നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ഒരു പ്രകടനം തന്നെയാണ്. പലപ്പോഴും ഈ ബ്ലെയിമും ഈ കുറ്റപ്പെടുത്തലും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത് നന്നാവാനാണ് എന്നുള്ളതാണ് ഇത് പ്രയോഗിക്കുന്നവരുടെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. പക്ഷെ നന്നാവുന്നതിന് പകരം ഒരിക്കലും നന്നാവില്ല എന്നുള്ളതാണ് ഇതിന്റെ രസം. ഇത്ര ജീവിതകാലം മുഴുവനും ഈ നന്നാക്കലും കൊണ്ട് നടക്കത്തേ ഉള്ളൂ, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഇതിനകത്തൂടെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് പരസ്പരമുള്ള ആ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിനകത്തൊന്നും ഇത്തരമുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ തടയിടാനായിട്ട് ഇടയാണ്.
പിന്നെ വേറെ ഒരു രണ്ടാമത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ മൂന്നാമതായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ ഒരു പേഴ്സണലി കാര്യങ്ങളെ എടുക്കുന്ന ഒരു രീതിയാണ്. പേഴ്സണലി എങ്ങനെയാണ് കാര്യങ്ങളെ എടുക്കുന്നത്. നമുക്കിപ്പം ഒരു പ്രശ്നമുണ്ടായാൽ ഇത് എന്റെ പ്രശ്നം മൂലമാണ്, അല്ലെങ്കിൽ ഇത് ഞാനാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പ്രശ്നം വന്നാലും ഇത് ഞാനാണ് കാരണം എന്ന് ഉള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി അവോയ്ഡ് ഒരു എക്സാമ്പിൾ, ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം വളരെയധികം മധ്യസ്ഥത അണയ്ക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ മധ്യസ്ഥത അണയ്ക്കുന്ന ചില കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടാത്തപ്പം പ്രശ്നത്തിലാകുന്ന നമ്മളല്ല. ഞാൻ ചോദിച്ചു, അതെങ്ങനെ പ്രശ്നത്തിലാകുന്നു? ഈ ഉത്തരം കിട്ടാതെ വന്നാൽ ആരുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കാതിരിക്കുന്നത്? ഈ പ്രാർത്ഥിക്കുന്നയാളുടെ പ്രാർത്ഥന. അപ്പോൾ നാച്ചുറലി എന്റെ പ്രാർത്ഥനയുടെ കുഴപ്പമായിരിക്കേലേ അവർക്കത് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പേഴ്സണലി ഒരു ബന്ധത്തിനകത്താണെങ്കിലും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾക്കകത്താണെങ്കിലും അവര് ചിരിക്കുന്നതും അവര് സംസാരിക്കുന്നതും അവര് വഴക്ക് പിടിക്കുന്നതും എല്ലാത്തിന്റെയും കാരണം ഏറ്റവും അവസാനം നമ്മളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു രീതി. ഇത് സ്വയമായിട്ട് നമ്മളെ തന്നെ ഉൾവലിയലിന് പലപ്പോഴും പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയും പെരുമാറുന്നതിന്, നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരാണെങ്കിലും പെരുമാറുന്നതിന് അവരവരുടേതായിട്ടുള്ള കാരണമുണ്ട്. ഇപ്പം ദൈവത്തിനറിയാം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എന്റെ കാര്യം വേറൊരാൾ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് എപ്പോ തരണം, എങ്ങനെ തരണം, അത് തരണോ വേണ്ടായോ എന്നുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യം. പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് നിന്നോടുള്ള ആ ഒരു കൺസേൺ ഞാൻ ദൈവത്തിന്റെ അടുക്കൽ അറിയിക്കുകയാണ്. അത് തരേണ്ട സമയമാവുമ്പോൾ ദൈവം തരും. അത് എന്താ പറയുക, താമസിക്കുന്നതും തരാതിരിക്കുന്നതും ഒന്നും നമ്മളുടെ കുഴപ്പം മൂലമല്ല, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ഒരു രീതിയിലേക്ക് അതായത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെയും ദൈവത്തിന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ തോന്നും. മറ്റേത് വരുമ്പോൾ ദൈവം ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ല, അപ്പൊ പിന്നെ ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? അവിടെ ഒരു അവോയ്ഡൻസ് സ്റ്റൈല് നമ്മൾ രൂപപ്പെടും. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾക്കകത്തും ഇതേ രീതിയിലുള്ള ശൈലികൾ രൂപപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകൾ നമ്മൾ തന്നെ മനസ്സിലാക്കി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായി. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത് ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഹെഡ് ലെവലും ഉണ്ട്, ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഹെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, TV വാങ്ങിക്കണം, അങ്ങനെ വാങ്ങിക്കണം, ഇങ്ങനെയുള്ള വീട്ടിലത്തെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ എവിടെ പഠിപ്പിക്കാൻ വിടണം, എന്ത് കോഴ്സ് പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഹെഡ് ലെവലാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മുടെ തലച്ചോറ് കൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഐ ലവ് യു എന്ന് പറയുന്നത് ഗട്ട് ലെവലാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളപ്പം, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം നന്നായി ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, ഇത് കൊള്ളാം എന്ന് പറയുന്നത് ഗട്ട് ലെവലാണ്. അപ്പോൾ ഈ ഒരു ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ അത് പരസ്പരം മറ്റേയാളിനെ വില കൊടുക്കുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ആ ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ ബന്ധങ്ങളെ കുറച്ചുകൂടെ സുതാര്യമായും സുരക്ഷിതമായിട്ടും, അതായത് മറ്റേ വ്യക്തിയിൽ നിന്നുള്ളൊരു അടുപ്പം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവിടെ നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പം അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിനകത്തും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ പലപ്പോഴും കുട്ടി നല്ലതാണ്, മിടുക്കനാണ്, വളരെ നല്ലവനാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം അപ്രീസിയേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി അവർക്ക് വേണ്ടുന്ന അപ്രീസിയേഷൻ ഇത് വേണ്ടെന്നല്ല. അവർക്ക് വേണ്ടുന്ന അപ്രീസിയേഷൻ അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പഠിക്കാം. ഒരു കുട്ടി ഒരിക്കലും ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു പഠിക്കാനായിട്ട് ആ കുട്ടി ഉത്സാഹം കാണിക്കുന്നു. അപ്പം
ഇതെല്ലാം കഴിഞ്ഞ് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞു പോയി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് പലത് കഴിഞ്ഞ് പല പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ പോയിട്ട് അമ്മ പറഞ്ഞു, അയ്യോ മാഡത്തിന്റെ കൗൺസിലിംഗ് കൊണ്ട് ഇവരുടെ എല്ലാം രക്ഷപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്റെ കൗൺസിലിംഗ് കൊണ്ട് എന്ത് രക്ഷപ്പെട്ടെന്നാണ്. ഞാൻ ചോദിച്ചു ഞാൻ എല്ലാ ദിവസവും ആ കുട്ടിയോടുകൂടി ഇല്ലായിരുന്നല്ലോ, 2 മണിക്കൂറല്ലേ കണ്ടുള്ളൂ. അപ്പൊ ഈ പഠിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ഇനിഷ്യേറ്റീവ് ഇട്ടതാരം അതവളാ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് മാറ്റം കണ്ടു? അല്ല അവൾക്കൊരു പഠിക്കാനുള്ളൊരു താല്പര്യമുണ്ട്. ഞാൻ ചോദിച്ചു ആ താല്പര്യം എന്ന് പറയുന്നത് ആരിട്ടതാ? അവളിട്ടത്. ഞാൻ പറഞ്ഞു എന്നെയല്ല നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ആ താല്പര്യം ഇട്ട കുട്ടിയാണ്. ആ താല്പര്യത്തെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ താല്പര്യം എന്ന് പറയുന്നത് ആ കുട്ടി ഇടുന്ന എഫേർട്ട്, ആ എഫേർട്ടിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കകത്ത് മറ്റുള്ളവർ ചെയ്യുന്ന എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവരുടെ കോമ്പീറ്റൻസിയിൽ അവർക്ക് തന്നെ വിശ്വാസം വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ആ നമ്മുടെ പ്രവർത്തനത്തെ കാണുന്നവരോടുള്ള ഒരു അടുപ്പവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി ടൈം, അതായത് നല്ല സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മളിപ്പോ സാധാരണ ഓർത്തു വെക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് സേവ് ദ ഡേറ്റ്, കുറെ ഫോട്ടോസ് എടുക്കുക, ഇതൊന്നും അല്ല ഓർമ്മ. അതൊക്കെ നമ്മൾ മറന്നുപോകും. എന്നാൽ അതേസമയം നമുക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ നമ്മൾ ഒരിക്കലും മറക്കില്ല. അവിടെയാണ് ഈ ഒരു ലെവൽ കമ്മ്യൂണിക്കേഷൻ. അത് ചിലപ്പം നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മൾ മറന്നെന്ന് വരത്തില്ല. എന്നാൽ അതേസമയം കുറെ ഫോട്ടോസ് എടുത്തത് നമ്മൾ മറന്നു പോയെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ബന്ധം കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് സുതാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, ഓപ്പൺ ആയിട്ടുള്ളത്, ബ്ലെയിമിങ് അല്ലെങ്കിൽ സർക്കാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ചെറുകെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ലെവൽ, അതുപോലെ തന്നെ മറ്റേയാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, ഈ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ ബന്ധത്തെ കൂടുതൽ സെക്യൂറും അതേപോലെ തന്നെ സുരക്ഷിതവുമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ത് തന്നെ സ്റ്റൈല് നമ്മൾ ഡെവലപ്പ് ചെയ്താലും ഇതിനെ തിരിച്ചറിഞ്ഞ് തിരുത്താനായിട്ടുള്ളൊരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് സ്വയമായിട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് തേടാനായിട്ട് നമ്മൾ മടിക്കരുത്. ആ ഹെൽപ്പ് തേടുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു സ്റ്റിഗ്മയാണ്. ഇതേതാണ് മാനസിക പ്രശ്നം അല്ല, മാനസിക പ്രശ്നം ആണ് എന്ന് കരുതി ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില്ല ഇത് പോകുന്നത്. പക്ഷേ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷൻ അറേഞ്ച് ചെയ്യാറുണ്ട്. അതേപോലെയുള്ളൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടുമ്പോൾ മൂന്നാമതൊരാൾ നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സൈഡ് പിടുത്തം ഉണ്ടാവില്ല. എന്താണ് എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബന്ധപ്പെടാനുള്ള പ്രേരണയും ദൈവികമാണ്. ദൈവം ശുദ്ധീകരിച്ചതാണ് നമ്മളുടെ ഇടപെടലിലൂടെ പലപ്പോഴും മലിനമാകുന്നത്. കുറവുള്ള മനുഷ്യന്റെ ഇടപെടലിലൂടെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പല അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമ്മൾ രൂപപ്പെടുത്തും. ഈ സ്റ്റൈൽസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, കുറവുള്ളതായിട്ടുള്ളത് സ്റ്റൈൽസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബന്ധങ്ങൾക്കകത്തും മറ്റു ഇടപെടുന്ന സ്ഥലത്തൊക്കെയും കുറവുകൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ആ ജീവിതകാലം മുഴുവനും ആ കുറവുകളും ആ ഒരു പ്രയാസങ്ങളും അവരെ പിന്തുടരുകയും ചെയ്യും. ഒരു ബന്ധത്തിൽ നിന്ന് വേറൊരു ബന്ധത്തിൽ പോയാലും ഈ സെയിം പാറ്റേൺ അവിടെ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെയും അത്തരം പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാകാനും നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് നമ്മളുടെ ഇൻട്രോസ്പെക്ഷൻ നടത്താനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിച്ചു. ടീച്ചർ കൊച്ചമ്മ വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുത്ത് ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി. വളരെ അർത്ഥപൂർണമായിട്ടുള്ള വിധത്തിൽ മനുഷ്യബന്ധങ്ങളും ബന്ധങ്ങളുടെ വളർച്ചയും അതിലുള്ള പരാജയങ്ങളും അതിൻ്റെ സഹായം തേടേണ്ട വിധങ്ങളും കൊച്ചമ്മ വിശദമായിട്ട് പറഞ്ഞല്ലോ. വളരെ നന്ദി. ഇനി അടുത്തത് ചർച്ചയ്ക്കുള്ള സമയമാണ്. അതിന് മുമ്പായിട്ട് അനൗൺസ്മെന്റിന് വേണ്ടി VI ജേക്കബ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ അടുത്ത വെബിനാർ, അതായത് 278ാമത് ലൈവ് വെബിനാർ അടുത്ത ശനിയാഴ്ച നവംബർ 15-ാം തീയതി രാത്രി 8:30 മണിക്ക് പോലെ
പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിലും ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അനൗൺസ്മെന്റ് ആയിട്ട് ചെയ്യാനുള്ളത്. താങ്ക് യു ജേക്കബ് സാറേ. കൊച്ചമ്മയുടെ ചോദ്യങ്ങൾ ചോദിക്കാനും സംശയ നിവൃത്തി വരുത്തുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കുവാനുള്ള അവസരമാണ്. അതിന് സിസ്റ്റത്തിൽ കൈ ഉയർത്തിയാൽ മതി. ബെന്നി അതിനെ സഹായിക്കും, നിങ്ങളുടെ പേരുകൾ വിളിച്ച്. ഓക്കെ അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും സംശയങ്ങളോ അതുപോലെ തന്നെ ഇതിനോട് ആഡ് ചെയ്ത് സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹാൻഡ് റേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേരെഴുതിയിട്ടാലും നമുക്ക് വിളിക്കാം. ഇപ്പോൾ ശ്രീ ജിബു ചെറിയാൻ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ശ്രീ ജിബു ചെറിയാൻ ഇപ്പോൾ സംസാരിക്കാം. Yeah, Kochama and all the other participants, after listening to Kochama, what I have to say is that Kochama's this talk should definitely be there in the clergy conference, where interpersonal and other matters have to be taught to some of the achins, especially the junior achins. And also, it is not possible, but in some of our main parishes also, Kochama's talk should be zoomed as a talk, because even over there, interpersonal relations and other aspects that Kochama dealt in her speech should definitely be there for the peaceful running of that parish, because a lot of attitudes and other ego problems which are coming up. After listening to Kochama's speech, hopefully, some of them will improve. Some of them are not going to improve at all, but we can only pray for them. But Kochama, a very good speech, which is a very topical thing, and Thomas Wilson also has to be congratulated for getting this topical this thing. Yes, the participants were a bit less, but those who have listened to Kochama would definitely have benefited for it. Thank you, Kochama. Thank you, Thomas Wilson, and the other admins for having this particular talk. താങ്ക് യു ജിബു. കൊച്ചമ്മയ്ക്ക് വല്ലതും പ്രതികരിക്കാനുണ്ടോ? എനിക്കാണോ? ഇപ്പം ജിബു പറഞ്ഞതിനോട് എന്തെങ്കിലും പ്രതികരണം? ഒരു അപ്രിസിയേഷൻ അല്ല, ഞാനിത് സ്വീകരിച്ചു. ഇനി മറ്റുള്ള കാര്യങ്ങള് അച്ഛൻ എന്തോ, ഞാനത് സ്വീകരിച്ചു. ഞാൻ എങ്ങനെയാ അതിനോട് റെസ്പോണ്ട്? സംശയം അല്ലായിരുന്നല്ലോ. സംശയമല്ല, ഞാൻ അഭിപ്രായമായിരുന്നു. ജസ്റ്റ് ഓക്കെ. ഓരോരുത്തരുടെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ചോദ്യങ്ങൾക്ക് അന്നേരം തന്നെ മറുപടി മറിച്ച് പോവുകയാണ് നമ്മുടെ പതിവ്. ഓക്കെ, വി ഐ ജേക്കബ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വി ഐ ജേക്കബ് സാറിന് സംസാരിക്കാം. കൊച്ചമ്മയുടെ പ്രഭാഷണം വളരെ നമ്മുടെ ഡെയിലി ജീവിതത്തില് വളരെ പ്രായോഗികമാക്കേണ്ട പല കാര്യങ്ങൾ അത് പറഞ്ഞു. നമ്മള് ഒരു സംസാരിക്കുന്ന ഒരു സംസാരമൊക്കെ നടത്തുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അതിനകത്തുള്ള അർത്ഥങ്ങളും അത് ഏത് വിധത്തിലെ നമ്മൾ സംസാരിക്കുക, അത് കേൾക്കുന്ന ആളെ അത് അഫക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കണം എന്നുള്ളത് കൊച്ചമ്മയുടെ പ്രഭാഷണം ആ വിധത്തിൽ വളരെ നന്നായിരുന്നു. നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ ഒരു ഗസ്റ്റ് നമ്മളെ റിസീവ് ചെയ്ത് അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സംസാരത്തില് പലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് ചെറുതാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മുടെ ഒരു പ്രത്യേക ശൈലിയൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാൾ പറയുകയാണ്, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ ഹത്യ ചെയ്യുന്ന എന്തോ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നു എന്നാണ്, അതിനുള്ള ഒരു ഇൻട്രഡക്ഷനാ. അതുപോലെ ഒരാള് പറയുക, എന്റെ മകളായതുകൊണ്ടല്ല, എന്റെ മകനായതുകൊണ്ട് ഞാൻ പറയല്ല എന്ന് പറഞ്ഞ്, അതായത് സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ ഒന്ന് പുകഴ്ത്താനുള്ള ഒരു ഇൻട്രഡക്ഷനാ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു വളരെ ലോലമായ ചിന്തകളൊക്കെ നമ്മുടെ ഒരു രീതികളൊക്കെ നമ്മുടെ ആളുകൾക്കിടയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംസാരിക്കാൻ, പ്രോപ്പറായിട്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള
ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കൊച്ചമ്മയുടെ ഈ മെസ്സേജ്, ഈ പ്രഭാഷണം വളരെ നന്നായിരുന്നു. അത് നമ്മൾ ഓരോ വാക്കിലും എന്തുമാത്രം ശ്രദ്ധിക്കണം, എന്തുമാത്രം, അതായത് മറ്റുള്ളവർക്ക് അത് സന്തോഷം പകരുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ഒരു സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കണം. ആ ഒരു വിധത്തില് കാണണം. പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ ഇതിന്റെ ഒരു ഇതായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞാൻ അതിനകത്തൊരു കാര്യം കൂടെ നമുക്കതിൽ സാർ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഞാനത് വീഡിയോ ഓഫ് ചെയ്യണോ അതോ കേൾക്കാമോ? കേൾക്കാം. ആ, അതായത് നമ്മളിപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചെറുതാകാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരെല്ലാവരും. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ ഓരോരുത്തരും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ വേറൊരാളെ ചെറുതാക്കാനായിട്ടുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് സ്വയം ചെറുതായതുകൊണ്ടാണ് വേറൊരാളെ ചെറുതാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവിടെ വരുന്നത്. അത് ഏതഭിപ്രായമാണെങ്കിലും ആ അഭിപ്രായത്തെ അംഗീകരിക്കാതെ ചെറുതാക്കുക എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് നമ്മളിലുള്ള ചെറുകീഴ്ചയാണ്. അപ്പോൾ കേൾക്കുന്ന നമ്മൾ ചെറുതായി പോയി എന്ന് തോന്നണ്ട. കാരണം വേറൊരാൾക്ക് ഒരാളെ ചെറുതാക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നല്ല ഒരു കാര്യം ഒരു വ്യക്തി ചെയ്തു, ഞാൻ അതിനെ എത്ര ക്രിട്ടിസൈസ് ചെയ്തെന്ന് പറഞ്ഞാലും, ഞാൻ അതിനെ എത്ര മോശമാക്കിയെന്ന് പറഞ്ഞാലും ആ നന്മയുടെ ക്വാളിറ്റി അവിടെ ഉണ്ടാവും. പക്ഷെ അത് പറയുക എന്ന് പറയുന്ന ഒരു ചീത്ത സ്വഭാവം എന്നിൽ ഉള്ളത് കൊണ്ട് ആ കാര്യത്തിന്റെ നന്മയോ ക്വാളിറ്റിയോ നഷ്ടപ്പെടുന്നില്ല. ആ ബോധ്യമാണ് കേൾക്കുന്ന നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഹേർട്ടായി പോകേണ്ട ആവശ്യമില്ല. അവരുടെ അല്പത്തരം അവർ പ്രദർശിപ്പിക്കുകയാണ്, അതിനൊരു സ്വാതന്ത്ര്യം അവരെടുത്തോട്ടെ. നമ്മൾ അതിനൊരു സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിൽ കൊടുക്കത്തില്ല. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ഹേർട്ടാവും. ഈ കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് അവരെ തിരുത്താനോ, വേറൊരാളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പം ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. അപ്പോ ആ കൺട്രോളിലല്ലാത്ത ആൾക്കാർ അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, ബട്ട് ഞാൻ ചെയ്തതിന്റെ ക്വാളിറ്റി അതിന് വിലയിടാനായിട്ട് വേറൊരാൾക്ക് പറ്റില്ല. ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ബോധ്യം ഉണ്ടാവുമ്പോൾ പറയുന്നത് പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ ചെയ്തത് നല്ലതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവിടെ ഹേർട്ടായി പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു കാര്യമാണ് ആ പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ ഒരു രീതി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് മറ്റേ സാറ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. എനിക്ക് കൊച്ചമ്മയുടെ പ്രസംഗം ഞാൻ മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഏറ്റവും നല്ല അഭിപ്രായം, നല്ലത്, ഇതെനിക്ക് പഠിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഈ പലപ്പോഴും നമുക്കെല്ലാം നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ പോകുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ എന്നെ പോലുള്ള ആളുകൾ ചിന്തിക്കുക, എനിക്ക് ഏറ്റവും നല്ല മെച്ചമായ ശൈലിയുള്ള ആളാണ് ഞാൻ എന്ന് ഞാൻ തന്നെ ഈ ഞാനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ. കുഴപ്പമെല്ലാം മറ്റേ ആളിലാ അല്ലെങ്കിൽ വേറെ ആരിലോ ഒക്കെ ആണെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു പോകുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം വാസ്തവത്തിൽ മനുഷ്യർ തിരിച്ചറിയും, ശരിക്കും തിരിച്ചറിയും. അതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോവുകയും അതോടൊപ്പം തന്നെ നമ്മളെക്കുറിച്ച് വളരെ മോശമായ ഒരു പിക്ചർ മറ്റുള്ളവർക്ക് നാം അറിയാതെ കൊടുക്കുകയും ചെയ്തു പോകുന്നതായി ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ കൊച്ചമ്മയുടെ ക്ലാസ് ശ്രദ്ധിച്ചു, എനിക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. അല്ല, തീർച്ചയായും സാർ പറഞ്ഞ കറക്റ്റ്. അത് വൺ ഓഫ് ദ റീസൺ ആണ്. ഫിലിപ്പ് കല്ലട. എല്ലാവർക്കും നമസ്കാരം. കൊച്ചമ്മയുടെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു.
നല്ല ബന്ധങ്ങളുടെ മെച്ചപ്പെടൽ കൊണ്ടാണ് സമൂഹം പുരോഗമിക്കുന്നത്. സമൂഹത്തിൽ 4 തരത്തിലുള്ള വിഭാഗക്കാരുണ്ട്. കൊച്ചമ്മ അതിനെക്കുറിച്ച് വ്യത്യസ്തമായി പറഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു. ഒന്നാമത് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരും മക്കളും. ഭാര്യാഭർത്താക്കന്മാർ വിഭിന്ന കുടുംബത്തിൽ നിന്നും വിഭിന്ന സ്വഭാവത്തിൽ നിന്നും വന്നവരാണ്. ഈ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് കൊച്ചമ്മ പറഞ്ഞു, ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ വ്യത്യസ്ത കുടുംബത്തിൽ ജനിച്ച 2 പേരുടെ സ്വഭാവങ്ങൾക്ക് എപ്പോഴും ഏറ്റക്കുറച്ചിലുകളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകും. അതിനെ സംബന്ധിച്ച് നമുക്ക് മെച്ചപ്പെടുത്തുവാനുള്ള 1-2 കാരണങ്ങൾ പറഞ്ഞു. അത് മതിയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. രണ്ടാമത്തെ സംശയം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് രണ്ടാമത്തത്. അവിടെ 2 കുടുംബമല്ല, ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് ജാതികളും കാണും. അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കെങ്ങനെ മെച്ചപ്പെട്ട ബന്ധം സ്വീകരിക്കാം, തുടങ്ങാം. മൂന്നാമത് നമ്മുടെ ഇടവകയിലൊക്കെയും അച്ഛന്മാരെ കുറിച്ച് ഇപ്പോൾ ഒരാൾ പറഞ്ഞു. അച്ഛന്മാർ മാത്രമല്ല, എല്ലാവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ശൈലീ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാരണങ്ങൾ അവർക്ക് മനസ്സിലാക്കണം. ഇതൊന്നും ഒരിടത്തും നടക്കുന്നില്ല. 4-ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ സമൂഹമാണ്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലാണ്. ബസ്സിലും കാറിൽ വിമാനത്തിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുക, അനേകരെ കാണുക, അനേക പ്രസംഗം കേൾക്കുക, അനേക രാഷ്ട്രീയ പാർട്ടികളെ കാണുക, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസംഗങ്ങൾക്ക് പ്രതികരണം നടത്തുക. ഇതൊക്കെ നമ്മുടെ ശൈലീ ബന്ധങ്ങളെ നശിപ്പിക്കുന്നതാണോ നന്നാക്കുന്നതാണോ? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയമാണ് എനിക്കുള്ളത്. ഇത് ഒരുമിച്ച് പറഞ്ഞാൽ മതിയോ, ഇത് തമ്മിൽ വ്യത്യാസമില്ലേ എന്നുള്ളതാണ് സംശയം. കൊച്ചമ്മ അതിന് ഉത്തരം പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു സാർ ആദ്യം പറഞ്ഞ കുടുംബത്തിന്റെ കാര്യം. ഞാനിപ്പോ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് എല്ലായിടും നമുക്ക് സമയപരിമിതി കൊണ്ട് നമുക്ക് സ്പർശിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന കാര്യങ്ങൾ. പിന്നീട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് തമ്മിലാണല്ലോ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പം ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ആ കോൺഫ്ലിക്റ്റുകൾ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും അങ്ങനത്തെ കാര്യത്തിനകത്ത് നല്ലത്. തീർച്ചയായിട്ടും. കാരണം അതായത് ഒന്നുകിൽ മറ്റേ വ്യക്തിയുടെ വ്യത്യസ്തതയെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി നമ്മൾ രൂപപ്പെടുത്തണം. ആ ഒരു രൂപപ്പെടുത്തൽ നമ്മളുടെ 2 പേരുടെയും ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ നാച്ചുറലി അവിടെ പ്രശ്നമാവും. സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റേയാളാണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലായിരിക്കും എപ്പോഴും നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പൊ മറ്റേയാളെ തിരുത്താനായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം 2 പേരുടെയും വ്യത്യസ്തതകളെ അംഗീകരിക്കാനും തിരുത്താൻ പറ്റുന്നതിനെ തിരുത്താനും തിരുത്താൻ പറ്റാത്തതിനെ അക്സെപ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു മനസ്സ്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ടുള്ള ഒരു കോമൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സ്പെസിഫിക് ആയിട്ടുള്ളതിന് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വളരെയധികം നന്നായിരിക്കുമെന്നുള്ളത് എൻ്റെ അഭിപ്രായം. പിന്നെയുള്ളത് ഇടവക, ജോലി, സമൂഹം. ഇതിനെല്ലാം നമുക്ക് ഒരു കാറ്റഗറിക്കകത്ത് പെടുത്താം. കാരണം കുടുംബം എപ്പോഴും ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സമൂഹമാണ്, ഒരു കാറ്റഗറി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനെല്ലാം ഒരെണ്ണത്തിനകത്ത് പെടുത്താം. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് എല്ലാത്തിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്ക് കൺട്രോൾ ഉള്ളത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പെരുമാറ്റത്തിലും മാത്രമാണ്. മറ്റുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞു. പേഴ്സണലി എടുക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരുത്തർ പെരുമാറുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പേഴ്സണലി എടുക്കുമ്പോൾ നമ്മൾ ഹേർട്ട് ആവും. ഇത് നമ്മളോടുള്ള ഒരു വിരോധം മൂലമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് അവരുടെ പെരുമാറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ, അത് ഒന്ന് റീഫ്രെയിം ചെയ്യാനായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് തയ്യാറായാൽ കാരണം മറ്റേയാളൊരു വളരെയധികം ശകാരിക്കുന്ന ഒരു ബോസിനെ നമുക്ക് തിരുത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളൊരു ശമ്പള വർധന പ്രതീക്ഷിക്കുന്നുണ്ടാവാം, അവര് തരാൻ തയ്യാറല്ലെങ്കിൽ അവരിൽ മാറ്റം വരുത്താൻ പലപ്പോഴും നമുക്ക് പറ്റില്ല. അപ്പൊ ഓൾട്ടർനേറ്റീവ് വഴി തേടാനായിട്ടുള്ള, അവരുമായിട്ട് പിണങ്ങാൻ അവർക്ക് അത് തരാൻ പറ്റത്തില്ലെങ്കിൽ പറ്റണ്ട, പക്ഷെ നമുക്ക് വേണ്ടുന്ന ഒരു വഴി സ്വീകരിക്കാനായിട്ടുള്ളൊരു ഒരു വിശാലത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. കാരണം എന്നെ ചോദിച്ചാൽ നമുക്കിവരെയെല്ലാം നമ്മുടെ കൺട്രോളിലല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ, കാലാവസ്ഥ, അല്ലെങ്കിൽ എൻവയോൺമെന്റ്, ഇതിനകത്തൊന്നും ഇടവകയിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ നമ്മുടെ കൺസേൺ പറയാം. എന്നാലും അവര് ചേഞ്ച് ചെയ്യണോ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ
ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങുന്നിടത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇടാനായിട്ട് നമുക്ക് പറ്റും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് സമൂഹത്തിലും മറ്റുള്ളിടത്തും ഉണ്ടാക്കാൻ പറ്റും. കാരണം സമൂഹത്തിൽ മാറ്റമുണ്ടായതൊക്കെയും നമ്മൾ പരിശോധിച്ചാൽ ഒരു വ്യക്തിയുടെ ഇനിഷ്യേറ്റീവ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചവരിൽ കൂടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ പങ്കെടുക്കുമെങ്കിലും ചർച്ചയിലൊന്നും പൊതുവെ പങ്കെടുക്കുകയില്ലായിരുന്നു. ഇന്നിപ്പം ഞങ്ങളുടെ ഇടവകയുടെ ബസ്ക്യാമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ ബസ്ക്യാമ്മയാണ് എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് കയറാൻ താല്പര്യം തോന്നിയത്. ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കാം, ഈ അടുത്ത കാലത്താണ് ബസ്ക്യാമ്മയ്ക്ക് PhD ലഭിച്ചത്. ഇതൊരു പൊതുവേദി എന്നുള്ളതായ രീതിയിൽ, അതറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ബസ്ക്യാമ്മയെ അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ വളരെ ശ്രദ്ധിച്ച് ബസ്ക്യാമ്മയുടെ ഈ പ്രഭാഷണം കേൾക്കുകയായിരുന്നു. വളരെ സംക്ഷിപ്തമായിട്ട്, ലളിതമായിട്ട് ഒരു സംഭാഷണ ശൈലിയിലൂടെ കാര്യങ്ങളെ അവതരിപ്പിച്ച് കണ്ടതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു ജീവിതാനുഭവത്തിൽ തന്നെ നിന്നുകൊണ്ട് ബസ്ക്യാമ്മ പറഞ്ഞതിനോട് ചേർന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്ന്, ബന്ധങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഊഷ്മളമായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ജീവിതത്തിൽ സഹിഷ്ണുത ഏറെ ആവശ്യം. കാരണം സഹിഷ്ണുതയില്ലാതെ ഒരാൾ പറഞ്ഞ ഇന്നത്തെ, അത് സഭയിലായാലും കൊള്ളാം, ഇടവകയിലായാലും കൊള്ളാം, സമൂഹത്തിലായാലും കൊള്ളാം, രാഷ്ട്രീയത്തിലായാലും കൊള്ളാം, ഈ ഒരു സഹിഷ്ണുത ഇല്ലാതായി കഴിയുമ്പോഴാണ് സംഘർഷങ്ങളും ബന്ധങ്ങളുടെ വിച്ഛേദങ്ങളും ഒക്കെ കൂടുതൽ സംഭവിക്കുന്നത്. അതുപോലെ തുറന്ന മനോഭാവത്തോടെ, ഒരു ട്രാൻസ്പെറൻസിയോടുകൂടെ, ഇടയ്ക്ക് ആരോ അത് പരാമർശിച്ചു, ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നൊരു മനോഭാവമല്ല. എല്ലാവരും കുറവുള്ളവരാണ്, എന്നാൽ എല്ലാവരിലും നന്മയുമുണ്ട്. അപ്പം നന്മ കണ്ടെത്താനും കുറവുകളെ പെരുപ്പിച്ച് കാണാതിരിക്കാനുമുള്ളതായ ഒരു ബോധപൂർവമായുള്ള ശ്രമം നമ്മൾ നടത്തുന്നത് ആവശ്യമായ. അതുപോലെ തന്നെ നമ്മുടെ തന്നെ സംസാരം, ഈ വെട്ടിമുറിച്ച് കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും ഫിലിപ്പിയ സഭയിലെ ഒരു ടെൻഷന്റെ പശ്ചാത്തലത്തിലാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരാൾ മറ്റുള്ളവരെ അവരവരെക്കാൾ മെച്ചമാണ്, അവരവരെക്കാൾ നല്ലവരായി കാണാനായിട്ട് സാധിക്കണം. അവരെ ബഹുമാനത്തോടുകൂടെ ഇടപെടാൻ സാധിക്കണം. മാത്രവുമല്ല, ഈ സംഭവിക്കാവുന്ന വേറൊരു പ്രശ്നമുണ്ട്. ബന്ധങ്ങളെ ഒരിക്കലും ഒരു ബന്ധനമായി കാണേണ്ട കാര്യമില്ല. ഇപ്പം പക്ഷെ പൗലോസ് പറഞ്ഞ പോലെ തന്നെ സത്യം സ്നേഹത്തിൽ സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. സ്നേഹത്തിൽ സംസാരിക്കാൻ പഠിക്കണം. എന്നാൽ അതേ അവസരം സത്യം പറയുന്നതിൽ നമ്മൾ മടിച്ചു നിൽക്കേണ്ടതായ കാര്യവുമില്ല. കാരണം ഈ പൊതിഞ്ഞു വെക്കുക, കാരണം ഞാൻ അയാളോട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു കാര്യം പറഞ്ഞാൽ അയാളുടെ എന്നോടുള്ളതായ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായ പേടി കൊണ്ട്, കാരണം ചിലപ്പം സ്നേഹത്തിൽ സംസാരിക്കണം, എന്നാൽ ഒരാളോട് അയാളുടെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു പരിമിതി എന്താണെന്ന് സ്നേഹത്തിൻ്റെ ആത്മാവിൽ പറയുന്നതിലൂടെ ആയിരിക്കാം അയാൾ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നത്. കൊച്ചമ്മയുടെ ക്ലാസ്സിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു കൊച്ചമ്മ. അടുത്തതായിട്ട് ശ്രീ ചെറിയാൻ ജോൺ സുരേഷ് സാറാണ്. സാറിന് സംസാരിക്കും. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ ഓഫീസിൽ നിന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടാണ് വരാൻ സാധിച്ചത്, അതുകൊണ്ട് എനിക്ക് ലേറ്റ് ജോയിനിങ് ആണ്.
ഇനി ജിഷ കൊച്ചമ്മ പ്രൊഫൈലൊക്കെ വായിക്കാൻ സാധിച്ചു. നല്ല പ്രൊഫൈലായിരുന്നു. വാട്സപ്പിൽ കൂടെ എനിക്ക് വായിക്കാൻ സാധിച്ചു. പിന്നെ ഗുഡ് പ്രസൻറ്റേഷൻ ആയിരുന്നു. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ പക്ഷേ നേരത്തെ വരാനായിട്ട് എനിക്ക് ഒത്തിരി തിരക്കായിരുന്നു. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ ലേറ്റായി. ഇനി കൊച്ചമ്മ താങ്ക്സ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഗുഡ് നൈറ്റ് എവരിബഡി. അതായത് ഭാര്യയും ഭർത്താവും അവർക്ക് തമ്മിലൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നം നിങ്ങളൊന്ന് പോയി ഒരു വിദഗ്ധനെ ആയിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? അതൊരു ജെനുവിനായിട്ടുള്ളൊരു ചോദ്യമാണ്. അങ്ങനെയുള്ളൊരു സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിപ്പം അത് എന്താ ചെയ്യേണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കും അത്ര പിടി. കാരണം അതായത് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊക്കെ ചില പരിധികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അവിടെ ആരെങ്കിലും ഉള്ളയാള് ആരാണോ ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം ടീച്ചറിനാണെങ്കിൽ ടീച്ചർ എന്റെ ടീച്ചർ തന്നെയാണ് കേട്ടോ, എന്നെ പഠിപ്പിച്ചയാളാണ് ആലിസ് ടീച്ചർ. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ അങ്ങനെയുള്ളൊരു എന്തെങ്കിലും ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സോ ഒക്കെ പഠിച്ചവരെ ആരെങ്കിലും അതിനകത്ത് പരിചയമുള്ളവരൊന്ന് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എത്രമാത്രം പോസിബിൾ ആണെന്നൊന്നും ഇക്കാര്യത്തിൽ നമുക്ക് വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലേ. അപ്പം അത് എത്രമാത്രം പോസിബിൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു വിദഗ്ധനെ കാണണം, അല്ലെങ്കിൽ ഇത് നല്ലതായിട്ട് പോകണം എന്ന് താല്പര്യപ്പെടാനേ പറ്റൂ. ചോയ്സ് എപ്പോഴും അവരുടെയാണ്. പ്രശ്നങ്ങൾ അങ്ങനെ രൂക്ഷമായി പോകുന്നു, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നതേ. ഇതിനകത്ത് ടച്ച് ചെയ്ത പോയ ഒരു സ്ഥലമുണ്ട്. അതായത് ഞാനിപ്പോ പറഞ്ഞത് മുഴുവൻ ഒരു എന്താ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മാനസിക ആരോഗ്യ വേറെ ഒരു കാറ്റഗറി ഉണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഞാൻ ആ കാറ്റഗറിയിലേക്ക് പോയിട്ടില്ല. ആ കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഒരു പ്രൊഫഷണലിന്റെ അടുക്ക പോകാനായിട്ട് അവർ ശരിക്കും മടിയുള്ളവരാണ്. കാരണം ഈ അതിനെ നമുക്ക് പലപ്പോഴും നമുക്ക് പ്രൊഫഷണൽസിന് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ബ്രെയിനകത്ത് ചില മേഖലകൾക്ക് കുറച്ച് ഡിസോർഡർ ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാർസിസിസം ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് വലുത്, അങ്ങനെയുള്ളവർ ഒരിക്കലും വേറൊരാളുമായിട്ടൊരു അങ്ങനെയുള്ളൊരു സംസാരത്തിന് അവർ താല്പര്യപ്പെടില്ല. വേറെ ചിലരുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഇഷ്യൂസും ഭയങ്കര സെൽഫ് ഹാമും ഒക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ അവരൊരിക്കലും ഇതൊരു പ്രശ്നമാണെന്ന് സ്വയം അംഗീകരിക്കാൻ തയ്യാറുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഏകദേശം ഒരു 9ഓളം ഉണ്ട്. കാരണം അങ്ങനെയുള്ളവരുടെ അറ്റാച്ച്മെന്റ് സെൽസ് വളരെ ഡിസോർഗനൈസ്ഡ് ആണ്. അവരുടെ ചിലരുടെ ഇതുപോലെയുള്ള ആങ്ഷ്യസ് ആയിരിക്കും, അവോയ്ഡന്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള പർട്ടിക്കുലർ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം ഈ വൺ ഓഫ് ദ പാർട്ട്ണർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നുകിൽ പാരനോയിഡ് ടെൻഡൻസി, അല്ലെങ്കിൽ ഈ പറയുന്ന എലൂഫായിട്ടിരിക്കുന്ന ചില കാറ്റഗറികളുണ്ട്, സ്കിസോയിഡ് അങ്ങനത്തെ കാറ്റഗറികളുണ്ട്, അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഉള്ളവരാകാം, നാർസിസിസം, ഹിസ്ട്രിയോണിക്ക് പിന്നെയും വരും. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ഉറച്ച ബോധ്യമുള്ളവരാണ്. അപ്പോൾ അവര് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ഹെൽപ്പ് തരാൻ തയ്യാറാവത്തുമില്ല. തയ്യാറായാൽ തന്നെ അവര് റെഗുലർ ആയിട്ട് അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അവര് തയ്യാറാവത്തുമില്ല. ചിലപ്പം അങ്ങനെയുള്ളൊരു കാറ്റഗറി ഉള്ളവരെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിലപ്പുറമായിട്ട് ഇവരുടെ കുടുംബത്തിലെ മറ്റെല്ലാരും കേൾക്കും അറിയും എന്നുള്ള ഒരു പ്രശ്നമാണ് കൂടുതലായിട്ട് അവിടെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ദൂരെയുള്ള എവിടെയെങ്കിലും ഒരിടത്ത്, അതായത് അവിടെ അടുത്തുള്ളിടത്ത് പോകുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. ദൂരെയുള്ളിടത്തൊരിടത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഒരിക്കലും അവർ പറയുന്ന വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. ഇത് ഒരിക്കലും അവരുടെ കാര്യങ്ങൾ കുറയില്ല. അങ്ങനെയാണെങ്കിൽ ദൂരെയുള്ളിടത്ത് പോവാനായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കാം. അതാകുമ്പോ ആരും അറിയില്ലല്ലോ. അടുത്താകുമ്പോഴല്ലേ പ്രശ്നം. ടീച്ചർ സുഖമായിട്ടിരിക്കുന്ന, സാറ് സുഖമായിരിക്കുന്ന? സാറ് സുഖമായിട്ടിരുന്നു. കേട്ടതിൽ വളരെ സന്തോഷം. ഈ ഒരു പ്രൊഫഷൻ എടുത്തതിലും എനിക്ക് വളരെ സന്തോഷം. ഇനിയും ചോദ്യങ്ങളൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ബഹുമാനായ മോഡറേറ്റർ രാജു മഞ്ചേരി അച്ഛൻ, ഇന്ന് മെയിൻ ടോക്കിന് നേതൃത്വം നൽകിയ
ഡോക്ടർ ജിഷാസ് കറിയ കൊച്ചമ്മ, അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിന്റെ 277ാമത് ലൈവ് വെബിനാറിന്റെ സമാപന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും പ്രസക്തവും പ്രയോജനപ്രദവുമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്തത്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, സാമൂഹിക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഒക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ബന്ധങ്ങൾക്കകത്താണ് നമ്മളുടെ സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും നിലകൊള്ളുന്നത് എന്നുള്ളതിനാൽ തന്നെ ഈ വിഷയത്തിന്റെ പ്രസക്തി വളരെയേറെയാണ്. അതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. ആ വശങ്ങളെ കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട കൊച്ചമ്മ ഇവിടെ വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. ഇത്തരം സ്റ്റഡി ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമ്മളുടെ വ്യക്തിത്വ വികസനത്തിനും നമുക്ക് ഒന്നിച്ച് വളരുന്നതിനും ഇടയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് മെയിൻ ടോക്ക് നടത്തിയതായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജിഷാസ് കറിയ കൊച്ചമ്മയോടുള്ളതായ ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് മോഡറേറ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. അച്ഛന് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത ആളാണ്. ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവും നേതൃത്വം നൽകുന്ന വ്യക്തിയും ആശയബദ്ധത കൊണ്ടും അതുപോലെ തന്നെ സംഘാട മികവ് കൊണ്ടും ഒക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഇന്ന് വളരെ മനോഹരമായി ഇന്ന് ഈ സെമിനാറിനെ മോഡറേറ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനോട് ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതായ മിസ്റ്റർ ബിജു എബ്രഹാം അവരോട് ഉള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മനോഹരമായ ഗാനത്തിന് നേതൃത്വം നൽകിയതായ വീന പെന്നിയോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ അനൗൺസ്മെന്റുകൾക്ക് നേതൃത്വം നൽകിയ ഈ ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിന്റെ മോഡറേറ്റർ കൂടിയായ VI ജേക്കബ് സാറ്, ഇതിന് ആകമാനമായ നേതൃത്വം നൽകിയതായ ബെന്നി പരിമണം സാറ്, അതുപോലെ ഇന്ന് ഈ സെമിനാറിന്റെ ഒക്കെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച വിൽസൺ സാറ് കുറച്ച് സമയം ഇന്ന് സെമിനാറിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യമായ എന്തോ കാര്യങ്ങൾക്ക് ആയതിനാൽ പൂർണ്ണസമയം അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോടും ഉള്ളതായ നന്ദി ഞാൻ ഈ അവസരത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുത്തതായ മിസ്റ്റർ ജിബു ചെറിയാൻ, മിസ്റ്റർ VI ജേക്കബ് സാർ, മിസ്റ്റർ ജോർജ് സാർ, മിസ്റ്റർ ഫിലിപ്പ് കല്ലട സാർ, പ്രൊഫസർ AVT സാർ, മിസ്റ്റർ ചെറിയാൻ ജോൺ സാർ, സുരേഷ് സാർ, പ്രൊഫസർ ആലീസ് മാമൻ മാഡം, അങ്ങനെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തിത്വങ്ങളോടും ഉള്ളതായ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുള്ളൂ. ഒപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജോസ് മാത്യു നെരൂൾ സാറിനോടുള്ളതായ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഇനിയും സമാപന പ്രാർത്ഥനയ്ക്ക് ആശീർവാദത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യ വ്യക്തിത്വത്തോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ഈ സെമിനാറിൽ പങ്കെടുത്ത പലതരത്തിൽ ഇതിനെ സഹായിച്ച എല്ലാവരോടും ഉള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിൻ്റെ 277ാമത് വെബിനാറ് ഭംഗിയായി നടത്തുവാൻ തക്കൊണ്ട് അവിടെ നിങ്ങളോട് കരുണ ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകിയ ജിഷ കൊച്ചമ്മയെ ഞങ്ങൾ തിരികരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്ക് നൽകിയിരിക്കുന്ന താലന്തുകളും കഴിവുകളും ഈ സമൂഹത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുവാൻ തക്കൊണ്ട് അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയാസ്കറിയ ജോണച്ചനെ ഞങ്ങൾ തിരികരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ വെബിനാറിൽ പങ്കെടുത്തവർ, ചർച്ചകൾ നയിച്ചവർ, ചോദ്യങ്ങൾ ചോദിച്ചവർ എല്ലാവർക്കുമായിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം. വീണ്ടും ഞങ്ങൾ കൂടി വരുന്നതുവരെയും അവിടുത്തെ ചിറകടിയിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.